ആരാധ്യരായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങളെ, കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇതേ വേദിയിൽ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ആധ്യാത്മിക വിഷയങ്ങൾ, നോവലും കഥയൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ ഞാൻ വേദികളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോൾ സംസാരിക്കുമ്പോഴും ഗുരുനാഥന്മാർ ഉപദേശിച്ച് തന്നത് തികച്ചും യുക്തിഭദ്രമായിരിക്കണം നാം പറയുന്നത്. തികച്ചും യുക്തിഭദ്രമായിരിക്കുമ്പോഴാണ് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടുക. അതിശയോക്തി അർത്ഥമില്ലാതെയാക്കും. അപ്പോൾ ഏതൊരാളോടും നമ്മൾ കുടുംബത്തിൽ സംസാരിക്കുമ്പോഴും പുതിയ തലമുറയോട് സംസാരിക്കുമ്പോഴും അത് യുക്തിഭദ്രമാവുമ്പോൾ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കും. യുക്തിയില്ലാത്ത രീതിയിൽ നമ്മൾ ഓരോരോ അന്ധവിശ്വാസങ്ങൾ പറയുമ്പോൾ അവരുടെ ബുദ്ധിയെ അത് സ്വാധീനിക്കില്ല. ആരും കുറ്റം പണ്ടുകാരില്ല. അതുകൊണ്ട് ഭാരത പുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകളെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ശാസ്ത്രം, മനുഷ്യചിന്ത എവിടെ പുരോഗമിച്ചോ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത്ര ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട്. ഒരു 35 വർഷം മുമ്പ് തന്നെ മാതാ അമൃത എന്ന ഈ അമ്മ എന്നോട് പറഞ്ഞു, ഇതൊക്കെ മോൻ എല്ലാവർക്കും ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് അമൃത TV-യിൽ 8 വർഷമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ എഴുതിയ 50 പുസ്തകങ്ങളിൽ 40 പുസ്തകം നോവലും കഥയാണെങ്കിലും ഈ പ്രഭാഷണങ്ങൾ പുസ്തകരൂപത്തിൽ വന്നാണ് ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു അത്ഭുതം. എന്താണ് ഈ ഭാഗവതകാരൻ കഥയിലൂടെ കാര്യം പറയാനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിക്കണം. കുചേലോപാഖ്യാനം മുതൽക്ക് പല വിഷയവും ഞാൻ സംസാരിച്ചു. ഇന്ന് ധ്രുവചരിതമാണ്. ധ്രുവചരിതം കഥ നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ ധ്രുവചരിതം കഥ അറിയാത്ത ഒരു കുട്ടി പോലും ഭാരതത്തിൽ ജീവിച്ചിരിപ്പില്ല. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഈ എല്ലാവർക്കും അറിയുന്ന കഥ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞ് എന്താണ് ഇപ്പോൾ ഒരു സായുജ്യം നേടാനുള്ളത്? പാർവതി ശിവനോട് ചോദിച്ചു, എന്താണ് രാമന്റെ കഥ? ഉമാമഹേശ്വര സംവാദത്തിൽ നിന്നാണ് രാമായണം തുടങ്ങുന്നത്. ആ സമയത്ത് ശിവൻ പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട് രാമന്റെ കഥ, അതല്ല കഥ. അത്യന്തം സൂക്ഷ്മവും രഹസ്യവുമാണ് രാമന്റെ കഥ. അത് ഭൗതികമായിട്ട് നമ്മൾ പറയുന്ന കഥയല്ല. അതേപോലെ ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ ചില താക്കോലുകളുണ്ട്. അതിട്ട് തുറക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രയോജനം കിട്ടുക. 2013 പ്രവേശിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ധ്രുവചരിതം നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് ഗുണമുണ്ടാവണം. അടുക്കളക്കാര്യമാവണം. നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവണം. ധ്രുവചരിതം ഞാൻ വായിച്ചു. അതുകൊണ്ട് 2013 മുതൽക്ക് ഇത് നമ്മുടെ വീട്ടിലെ കാര്യമാണ്, എൻ്റെ സ്വന്തം കാര്യമാണെന്ന് തോന്നണം. വ്യാസൻ എഴുതുമ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ കഥ എഴുതുന്ന ആളാണ്. കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ എല്ലാവർക്കും അവരെ പറ്റിയാ പറഞ്ഞതെന്ന് തോന്നണം. ആ രീതിയിലാണ് കഥ ഉണ്ടാക്കുക. വായിക്കണവരും കേൾക്കണവരും ഒക്കെ വിചാരിക്കും ഇന്നെ പറ്റിയാട്ടോ, ഇന്നെ പറ്റിയാട്ടോ. ചിലർ പറയും ഇന്നെ പറ്റി തന്നെയാണല്ലേ. അല്ല, വ്യാസൻ ഇതിനേക്കാൾ ബുദ്ധിപൂർവ്വം ചെയ്തു. നമ്മുടെ മുഴുവൻ കാര്യവും കഥയാക്കി പറഞ്ഞു. പണ്ടൊരു പെൺകുട്ടി അമ്മയുടെ കൂടെ കുളിക്കാൻ പോവും ഭാരതപ്പുഴയിലേക്ക്. ആ സമയത്ത് റെയിൽവേ ലൈനിൻ്റെ അടുത്താണ് വീട്. ഒരു തീവണ്ടി അതിലെ പോകും. ഈ തീവണ്ടി പോയിട്ടാണ് അപ്പുറത്തേക്ക് കടന്നു പോകും. അങ്ങനെ ദിവസേന അത് ആവർത്തിക്കുമ്പോൾ ഈ കുട്ടി എന്ത് മനസ്സിലാക്കി? അമ്മയുടെ കൂടെ കുളിക്കാൻ പോയാൽ ആ സമയത്തൊരു തീവണ്ടി അതിലേ പോകും. ആ കുട്ടി ഇത് പലവരോടും പറഞ്ഞു. മുതിർന്നു.
അമ്മയുടെ കൂടെ കുളിക്കാൻ പോയി, അമ്മമാരുടെ കൂടെ കുളിക്കാൻ പോയി അതിലൊരു തീവണ്ടി പോവോ? ഇല്ല. എന്താ ഇപ്പോൾ ആ കുട്ടിക്ക് തെറ്റുപറ്റിയേ? അമ്മ കുളിക്കാൻ പോകുന്നത് രാവിലെ 8:30 മണിക്കാണ്. തീവണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് 8:30 മണിക്കാണ്. അതുകൊണ്ട് 8:30 മണിക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ തീവണ്ടി പോകുന്നത് കാണും. അപ്പം അത് യുക്തിഭദ്രായി. ഒരേ കാര്യത്തെ യുക്തിഭദ്രമാക്കി മാറ്റും. അപ്പൊ വ്യാസൻ ഇത് കഥാരൂപത്തിൽ പറഞ്ഞത് ഓരോ അളവിലുള്ള എവിടെ നിൽക്കുന്നവർക്കും ഇതിലേക്ക് തൽക്കാലം പ്രവേശനം കിട്ടുക എന്ന ലക്ഷ്യത്തിലാണ്. അതുകൊണ്ടാണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, അതിനോടൊക്കെ തുല്യമായി നിൽക്കുന്ന നമ്മുടെ തന്ത്രശാസ്ത്രത്തിലെ പല കാര്യങ്ങളും രഹസ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാത്തതെന്നല്ല, അത് പഠിച്ച് വരുന്നവർക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഉത്ഥാനവാദൻ എന്നൊരു രാജാവിന് 2 പത്നിമാരുണ്ടായിരുന്നു, സുരുചിയും സുനീതിയും. അതിലൊരു പത്നി സുന്ദരിയായിരുന്നു. സുന്ദരിയായ പത്നിയുടെ പുത്രനാണ് ഉത്തമൻ. വലിയ സൗന്ദര്യം അവകാശപ്പെടാനില്ലാത്ത പത്നിയുടെ മകനാണ് നമ്മുടെ കഥാപുരുഷനായുള്ള ധ്രുവൻ. ധ്രുവൻ ഒരു ദിവസം അച്ഛൻ്റെ മടിയിൽ വന്നിരുന്നപ്പോൾ രണ്ടാനമ്മ പിടിച്ച് പുറത്തേക്കാക്കി. അച്ഛനാകട്ടെ രണ്ടാനമ്മ ഭാര്യയെ ഭയമുള്ളത് കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. ഈ കുട്ടിക്ക് വലിയ വിഷമായി. അമ്മയ്ക്കൊന്നും പറയാൻ നിവൃത്തിയില്ല, സുനീതിക്ക്. അമ്മ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണെൻ്റെ യോഗം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. കുട്ടി വിഷമത്തിൽ വന്നുകൊണ്ടിരിക്കെ നാരദ മഹർഷിയൊക്കെ കണ്ടു. അവർ പറഞ്ഞു മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുക. മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. പിന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കഥ ചോദിച്ചാൽ എന്താ പറയുക, മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു, വലിയ ആളായി, ധ്രുവൻ എന്നുള്ള പേരിലൊക്കെ ആളായി. അപ്പോൾ കുട്ടികൾ ചോദിക്കും പിന്നെന്താ കഥ? പിന്നെ കഥയൊന്നും ഉണ്ടായില്ല. അപ്പം അമ്മ ഇതിപ്പോൾ എന്താ, മഹാവിഷ്ണുവിനെ നമ്മൾ തപസ് ചെയ്യേ? ഇങ്ങനെ കുട്ടികൾ ചോദിക്കില്ലേ? ആ ധ്രുവൻ മടങ്ങി വന്നിട്ട് രണ്ടാനമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊരു ചോദ്യം ചോദിച്ച് ഇതിനൊരു പ്രതികാരം ചെയ്യുമ്പോഴല്ലേ ഇത് കഥയാവുള്ളൂ. അതുകൂടാതെ എല്ലാവർക്കും മഹാവിഷ്ണുവിനെ പോയിട്ട് പ്രാർത്ഥിക്കുക എന്നാണോ? മാത്രമല്ല ഈ ധ്രുവൻ എന്നുള്ള കുട്ടി എത്ര കാലം പ്രാർത്ഥിച്ചു, എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചു. പൃഥ്വിതത്വം, ജലതത്വം, വായുതത്വം, അഗ്നിതത്വം, ഇതുമില്ല ഓരോരോ തത്വങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ കുട്ടി പ്രാർത്ഥിച്ചത്. അതിൻ്റെ 1 കോടിയിൽ അംശം പഠിച്ചാൽ എൻട്രൻസ് പാസ്സായിട്ടൊരു ഉദ്യോഗം കിട്ടും. ഇത്ര ഒന്നും മെനക്കെടണ്ട. എന്നിട്ട് ഈ വിഷ്ണുവിനെ ഭജിച്ചിട്ട് എന്തേ കാര്യം ഉണ്ടായേ? അതും ഉണ്ടായി. ഇങ്ങനെയല്ലേ കുട്ടികൾക്ക് തോന്നുക? എന്താണ് വ്യാസൻ ഇതുവഴി പറഞ്ഞത്? ഉത്ഥാനപാദൻ എന്നൊരു രാജാവ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, പുരാണത്തിലെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. എന്താ അങ്ങനെ പേരിടാൻ കാരണം? വേറെ എത്ര പേരുണ്ട്. ഉത്ഥാനവാദൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉത്ഥാനം, ഉയർച്ച. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നേരെ ആവാൻ നിശ്ചയിച്ചവൻ. ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ നേരെ ആവാൻ നിശ്ചയിച്ചോ. നിനക്ക് നേരെ ആവണമെന്നുണ്ടോ ചോദിക്കില്ലേ? ഇതാണ് ഉത്ഥാനം. ഇതിൽ നിന്നാണ് ഊർധമുഖ വ്യക്തിത്വം, ഉയർച്ച, ഇതൊക്കെ ഉണ്ടായത്. കൃഷ്ണന്റെ ഏറ്റവും അടുത്ത മിത്രമാരാണ്? ഉദ്ധവൻ. ഉദ്ധവന്റെ അർത്ഥം ഇതാണ്, ഊർധമുഖ വ്യക്തിത്വത്തിലേക്ക് ഉയരുക എന്ന്. ഉയരുക എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ താഴുക എന്നുള്ളതുമുണ്ട്. കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്ക് ഉയരുക എന്ന പ്രക്രിയയെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ മുഴുവൻ ഭാഷയും വിജ്ഞാനവും. ഈ ഷഡാധാര ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ പുരാണത്തെ സമീപിക്കാനേ പറ്റില്ല. അഭിനയം എന്താ അർത്ഥം? അഭിമുഖീകരിച്ച് നയിക്കുക. എവിടേക്ക്? ഈശ്വരാഭിമുഖമായി നയിക്കുക. എവിടെയാണ് ഈശ്വരൻ?
സഹസ്രാര പത്മത്തിലാണ്. ഇവിടുന്ന് കുണ്ടലിനി ശക്തി ഉയർന്നു പോകണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോകത്തെ സകലതും. ABCD പഠിക്കാതെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റാത്ത പോലെ ഒരു നിലവിളക്കിൻ്റെ പ്രാധാന്യവും കമ്പരാന്തലിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ വരെ ഇത് മനസ്സിലാക്കണം. നിലവിളക്കിൽ ഈ ആധാരചക്രങ്ങളെ കൃത്യമായിട്ടാണ് നിലവിളക്കിൻ്റെ സംവിധാനം. ഈ ശക്തിവിശേഷത്തെ കൂടി ഉയർത്തുന്നു. മുകളിലേക്ക് പോകുന്ന ശക്തിവിശേഷം ശാസ്താവ്. ശാസ്താവ് ഉണ്ടെങ്കിൽ താഴോട്ടൊരു ശക്തിയുണ്ട്, ചാത്തൻ. ശ്രീഹരിക്കോട്ടയിൽ റോക്കറ്റ് വിട്ടപ്പോൾ 6 കിലോമീറ്റർ ചുറ്റളവിൽ കത്തിക്കരിഞ്ഞു പോയി. അപ്പം നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇതിൽ ഉയരുക എന്നുള്ളത് കൊണ്ടാണ് ഉദ്ധവൻ കൃഷ്ണൻ്റെ കൂടെ നടന്നത്. ഈ കൃഷ്ണൻ്റെ കൂടെ നടന്ന് അവസാനം കൃഷ്ണൻ ദേഹത്യാഗം ചെയ്യുന്ന സ്ഥലം, അവിടെയും ഉദ്ധവനെത്തി. ഒരു 10 ദിവസം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. ഞാനൊരു 10 ദിവസം തല മുണ്ടനം ചെയ്ത് കൃഷ്ണൻ ദേഹത്യാഗം ചെയ്ത സ്ഥലത്ത് തന്നെ. അതിലെങ്ങനെ നടക്കുകയായിരുന്നു. അനവധി ഋഷിമാരായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തി. എന്താണ് ജീവിതത്തിൻ്റെ പൊരുൾ? അങ്ങനെ ഉദ്ധവൻ പറഞ്ഞു, ഞാനും കൂടെ വരികയാണ്. അങ്ങയുടെ ആഹാരത്തിൻ്റെ ബാക്കിയേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അങ്ങയെ ഞാൻ വിടില്ല. അപ്പോൾ ഉദ്ധവനോട് കൃഷ്ണൻ പറഞ്ഞാണല്ലോ ഉദ്ധവഗീത, ഉദ്ധവ എൻ്റെ കൂടെ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. 1000 പശുക്കളിൽ നിന്ന് ഒരു പശു പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ പശുവിൻ്റെ കുട്ടി സ്വന്തം അമ്മയുടെ മുല കുടിക്കാൻ ആരും പറഞ്ഞു കൊടുക്കണ്ട, കൃത്യമായിട്ട് വരുന്ന പോലെ നീ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെ ബലവും നീ അനുഭവിക്കും, മാറ്റമില്ല. ഞാൻ വല്ലവരെയൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരാ സഹായം അർഹിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ. ഈ കർമ്മബലത്തെക്കുറിച്ച് ഉദ്ധവനോട് പറഞ്ഞു കൊടുത്തു. നിൻ്റെ കൂടെ നിൻ്റെ കർമ്മം, ഇന്നലെ ഞാൻ ചെയ്ത കർമ്മം അനുസരിച്ചിരിക്കും ഇന്നത്തെ എൻ്റെ ബലം. കൃഷ്ണൻ പരോക്ഷപ്രിയനാണ്, പ്രത്യക്ഷപ്രിയനല്ല. പ്രത്യക്ഷപ്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷമായിട്ട് അപ്പപ്പ കാണില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പപ്പ കാണും. അപ്പം പോലീസ് പഴയടും. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 20 കൊല്ലം മുമ്പ് ലോൺ എടുത്ത് 10 ലക്ഷം മടക്കി അടച്ചിട്ടില്ലെങ്കിൽ പരോക്ഷപ്രിയം ജപ്തിയായിട്ട് ഇങ്ങോട്ട് വരും. പെട്ടെന്ന് ഇരിക്കുമൊന്നുമില്ല. ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ വരുമൊന്നുമില്ല. കാരണം പരോക്ഷ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് പരോക്ഷപ്രിയനാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള ഒരു അമ്മ മാങ്ങയൊക്കെ അങ്ങനെ പഴുത്ത് പേരക്കുട്ടിയെ ഓർമ്മ വന്നു. പേരക്കുട്ടിയെ ഓർമ്മ വന്നപ്പോൾ പേരക്കുട്ടി കൊടുക്കാമെന്ന് കൊടുത്തില്ല. പേരക്കുട്ടി ഗൾഫിലാണ്. അതിവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ തുള്ളി ചാടുമായിരുന്നല്ലോ. പക്ഷെ അമ്മ അതേമാതിരി പ്രഭാഷണം കേൾക്കാൻ വരുന്നു. എന്നോട് പറഞ്ഞത് നിങ്ങളുടെ 3000 പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്ന്. അമ്മ അതെല്ലാം കൂടി ഒരു കൊട്ടാലാക്കി UP സ്കൂളിൽ വിട്ട് കുട്ടികൾ പോകുമ്പോഴേ ആ കുട്ടിയൊക്കെ കൊടുത്തു, വെസ്റ്റ് ഹിൽ സ്കൂളിൽ. തിരിച്ച് മുത്തശ്ശി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫോൺ വന്നു. പേരക്കുട്ടി വിളിക്കുക, എന്തൊക്കെയുണ്ട് മുത്തശ്ശി വർത്താനം, നീ അവിടെ എന്ത് ചെയ്യുക? ഞാനൊരു പഴുത്ത മാങ്ങ തിന്നുകൊണ്ടിരിക്കുക. ഹേ, നിനക്ക് പഴുത്ത മാങ്ങ എങ്ങനെ അവിടെ കിട്ടിയേ? ഇതിലെ ഏതോ ഒരാളിങ്ങനെ കൊണ്ടുവരുന്നു കൊട്ടയിലാക്കിയിട്ട്. ഞാൻ മതിലിൻ്റെ അവിടെ വെക്കുമ്പോൾ നിൽക്കൊരു മാങ്ങ വന്നു. ഇതാണ് പരോക്ഷപ്രിയം. ആ ആളുടെ മനസ്സിൽ എന്താ തോന്നിക്കാൻ കാരണം? സദ്യാപ്രസാദിനി, ദേവിയുടെ പര്യായം. സദ്യ എന്ന് പറഞ്ഞാൽ ചോറും കൂട്ടാനും സാമ്പാറും എല്ലാം കൂടി ഇങ്ങനെ കൃത്യമായിട്ട് സദ്യ എന്നല്ല അർത്ഥം. സദ്യ കഴിച്ച് പോയാൽ മതി പറഞ്ഞാൽ ഇനി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട, തൽക്ഷണം ഇപ്പം തന്നെ കഴിക്കാമെന്ന്. ഇതാണ് സദ്യാപ്രസാദം. തൽക്ഷണം ഇപ്പം ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇപ്പം തന്നെ. ഹൃദയമിടിപ്പ് കുറേ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് ശരിയാക്കി തന്നാൽ മതിയോ? അനുനിമിഷം അത് ശരിയായി നിന്നാലല്ലേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. തൽക്ഷണം, അപ്പം തന്നെ. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ദേവിയുടെ പര്യായം. ഒരു കാര്യം കൂടി ദേവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് സാക്ഷി വേണ്ട, സാക്ഷി വർജിത്. ഈ ഗുണം നിങ്ങൾക്കും വേണം. ഞാൻ സദ്യാപ്രസാദിനിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
എനിക്ക് സാക്ഷി വേണ്ടാന്ന് ദേവി പറയണു. അതുകൊണ്ട് മൂകാംബി ചെല്ലുമ്പോൾ ദേവിയുടെ അടുത്ത് നമ്മളെന്താ പറഞ്ഞാൽ അറിയാം, ഇപ്പം വിഷമമൊന്നുമില്ല, പക്ഷെ സാക്ഷി ഉണ്ടാക്കി തരണം, ഞാൻ വലിയ പ്രമാണിയാന്ന് നാട്ടുകാരൊക്കെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് 4 നിലയാക്കി മാറ്റണം, സാക്ഷി ഉണ്ടാക്കി തരണം. എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു അംഗീകാരം വേണം, ഇപ്പം പോരാ. നേരെ ഓപ്പോസിറ്റായിട്ടാണ് മൂകാംബിക്ക് പോണത്. സാക്ഷി വർജിതയാണ്. ഇപ്പം സുഖമല്ലേ, അറ്റ് പ്രസന്റ് സുഖമാണ്, സദ്യാപ്രസാദിനിയാണ്, ഇപ്പം അനുഗ്രഹിച്ചിരിക്കണു, ഇപ്പം പ്രഷർ കൂട്ടണ്ട, ഇപ്പം കുഴപ്പമില്ല. പോരാക്കി സാക്ഷി വേണം. കൂടെ ഉള്ളവരെ എവിടെ എത്തിയെന്നറിയോ? സാക്ഷി വർജിത. അപ്പം ഈ ഊർധമുഖ വ്യക്തിത്വത്തിലേക്ക് ഉയരുന്നവനാണ് ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ. ഉത്ഥാനപാദൻ എന്ന് പറഞ്ഞാൽ കാല് മുന്നോട്ട് വെക്കുക എന്നാൽ ഉയർത്തുക. ഒരു വാക്ക് പറയുമ്പോൾ വേറൊരാൾക്ക് അതുകൊണ്ട് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ഇതാണ് ഉത്ഥാനപാദം. ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു വരി എഴുതുമ്പോൾ എഴുത്തുകാരനാണെങ്കിൽ എന്തു വേണം? ലക്ഷ്യം ഊർധമുഖ വ്യക്തിത്വത്തിലേക്ക് വായനക്കാരനെ ഉയർത്തണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും. അതുകൊണ്ടാണ് ഋഷിമാരാദ്യം പറഞ്ഞു, തെറ്റായ ജീവിതം നയിക്കുന്നവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അവരെ നേരാവണ്ണം നടത്താനുള്ള നല്ലരിക്ക പറഞ്ഞു കൊടുക്കലാണ് ഭിഷഗ്വരന്റെ കർത്തവ്യം. ഭൈഷജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഈ തെറ്റുപറ്റി, വാക്കുകൊണ്ട് തെറ്റുകൾ ചെയ്തു, ചീത്ത വാക്കുകൾ പറഞ്ഞു, ചീത്ത കർമ്മങ്ങൾ ചെയ്തു, അതുകൊണ്ട് തിരുത്തുക. ഇതാണ് ഭൈഷജ്യം. ഇതിൽ നിന്നാണ് ഭിഷഗ്വരൻ എന്ന പദം വന്നത്. അല്ലാതെ തെറ്റുകളൊക്കെ തുടർന്നോ, ഈ ഗുളികയും കഴിച്ചോ, ഇത് പതിത്വമുള്ള ജോലിയായിട്ട് മാറും. അപ്പോൾ തെറ്റുകൾ തിരുത്തുക. എന്താണ് തെറ്റ്? പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ മാനസികാവസ്ഥയെ മാറ്റുക. അതുകൊണ്ട് 2 രീതിയിൽ ജീവിക്കാം. ഉത്ഥാനപാദനാവണമെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. പല രീതിയിൽ ജീവിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതങ്ങളിൽ ചിലവർ ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്കാണ് അവർ പോണത്. ഇപ്പോഴേ സെൻട്രൽ ജയിലിലാണ്. ജയിലിൽ നിന്ന് കൂട്ടുകാരനായിട്ട് ചർച്ച, ഇനി നമുക്ക് ഇറങ്ങിയിട്ട് തൃശ്ശൂർ പോയിട്ട് ഇന്ന രീതിയിൽ അത് കുറ്റകൃത്യം ചെയ്താൽ പോലീസ് പിടിക്കാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യും. അവരുടെ പോക്ക് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. എത്രയോ പേരുണ്ട്. പേരക്കുട്ടികളും മകനൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി വന്ന് വീണ്ടും അവരുടെ കൂടെ താമസിക്കാൻ പോവുക. ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. അവിടുന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇനി ഇതിപ്പോൾ ഉടനെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ടി വരും. വാനപ്രസ്ഥം സന്യാസം. കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ പോകാനുള്ള ഒരുക്കായി. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിലേക്കുള്ള ഒരുക്കായി. ഗൃഹസ്ഥ ജീവിതത്തിൽ എന്ത് ചെയ്തു? മുതലുണ്ടാക്കി വെച്ചു, LICയും PFന്റെയും കാശൊക്കെ ഉണ്ട്, റിട്ടയർ ചെയ്തു. അപ്പോൾ വാനപ്രസ്ഥാശ്രമം കറക്റ്റാണെങ്കിൽ സന്യാസത്തിലേക്കുള്ള ഒരുക്കം അപ്പം തുടങ്ങണ്ടേ? അത് ഓരോരോ അഭിപ്രായ വ്യത്യാസമില്ലേ. ഇത് കേട്ടാൽ അയ്യോ സന്യാസോ, അതിനുള്ള പ്രായമൊന്നും ആയില്ല, 75 ആയുള്ളൂ, അത്രയൊന്നും ആയില്ല. 60 കഴിഞ്ഞാൽ അത്തും പൊത്തുന്നാ പറയാം. 60 കഴിഞ്ഞാൽ ഒരു വീട് പണിയരുത്. 70 കഴിഞ്ഞാൽ ഏടാകൂടാ, പിന്നെ മനസ്സ് ശരിയായി നിൽക്കില്ല. 80 കഴിഞ്ഞാലോ എന്തോ ഏതോ, കണ്ണ് കാണൂല്ല. ഉപ്പുവാങ്ങയിൽ പുഴുണ്ട് എന്ന് കുട്ടി പറയുമ്പോൾ എന്നാൽ കളഞ്ഞലാന്ന് അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശിക്ക് കൊടുക്കാം, കണ്ണ് കാണില്ല, ഉപ്പുവാങ്ങ, മൊബൈൽ ഉപ്പുവാങ്ങ എന്ന് പറയുകയും ചെയ്യും. ഈ വാനപ്രസ്ഥാശ്രമത്തിൽ സന്യാസാശ്രമത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. സന്യാസം എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, അത് എൻ്റെ കാര്യമല്ല, ഇതാണ് സന്യാസം. വലിയ വാക്കൊന്നുമില്ല. ഇവിടെ വന്ന് പ്രഭാഷണം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ നിർവഹിച്ച കർത്തവ്യം. ഞാനാ കർത്തവ്യം ചെയ്യണു, ഇതാ സന്യാസം. പക്ഷെ ഇവിടുന്ന് എണീറ്റ് പോണില്ലെങ്കിൽ സ്വാമി കേസ് കൊടുക്കും, PR നാഥന് സ്ഥലം ഒഴിഞ്ഞു തരുന്നില്ല. പ്രഭാഷണത്തിന് വന്ന ആള് ദിവസം 7 ദിവസമായി അയാൾ എണീക്കണില്ല, കേസ് അവിടെ എത്തി, പോലീസ് കേസായി. ഇതേ കാര്യമാണ്. ആദ്യം വിളിച്ചു വരുത്തി സംസാരിച്ചല്ലേ, വിളിച്ചിട്ടല്ലേ വന്നതാണ്, പിന്നെ പോകേണ്ട സമയത്ത് പോകണം.
വാനപ്രസ്ഥം കഴിഞ്ഞാൽ സന്യാസാശ്രമത്തിലേക്ക് എത്തേണ്ട വ്യക്തികൾ പറയേണ്ട വിഷയങ്ങളായിരിക്കണം സംസാരിക്കുന്നത്. മുത്തശ്ശിയായി കഴിഞ്ഞ ശേഷം ഈ ആഭരണം ഒന്ന് മാറ്റിപ്പണിതാലോ, ഇതിപ്പോൾ ഫാഷനല്ല എന്ന് അപ്പം പറയേണ്ടതല്ല. ഇതാണ് സന്യാസം, തൻ്റെ ഡ്യൂട്ടി ഇതാ. അപ്പോൾ ഉത്ഥാനപാതൻ ആവാൻ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യ ഒരു കാര്യമുണ്ട്, നമ്മൾ നേരെ ആവാൻ നിശ്ചയിച്ചു, പീസ് ഓഫ് മൈൻഡോടുകൂടി ജീവിക്കണം. വാർദ്ധക്യത്തിൽ എത്തുന്തോറും സൗന്ദര്യം വർദ്ധിക്കണം. ആരേ പറഞ്ഞേ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കവളൊട്ടും മോശമാകുന്നു? പരിപൂർണതയിലെത്തണം. മൂത്ത് പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവണം. മുത്തശ്ശന്മാരും കാണുമ്പോൾ അവരുടെ മുഖത്ത് ഇങ്ങനെ ബലിതബോധം ഉണ്ടാവണം, ചിരിക്കണം. പണ്ടത്തെ കാരണവന്മാർ അങ്ങനെയായിരുന്നു. അനിയൻ്റെ മകൻ വന്നിട്ട് ശ്വാസം വലിച്ച് കിടക്കുന്ന ആളെ നോക്കി വലിയപ്പ വലിയച്ഛ വിളിച്ചു. വലിച്ചുകൊണ്ട് കിടക്കുമ്പോൾ വലിക്കാതിരിയപ്പ എന്ന് വേണ്ടേ പറയാൻ. മോനെ വലിയപ്പ എന്ന് പറയല്ലേ എന്നും ഫലിതം പറഞ്ഞ കാരണവന്മാരുണ്ട്. പ്രായം കൂടുന്തോറും മുഖത്ത് സന്തോഷം ഉണ്ടാവണം, സൗന്ദര്യം വർദ്ധിക്കണം. സ്ത്രീ പുരുഷന്മാരുടെ ആ പ്രായത്തിൻ്റെ സൗന്ദര്യം ദൈവം തന്നതാണ് 5 ഇന്ദ്രിയങ്ങൾ. വാടക സൈക്കിൾ മടക്കി കൊടുക്കുന്ന പോലെ 5 ഇന്ദ്രിയങ്ങൾക്കും ഒരു കേടും ഇല്ലാതെ മടക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അതില്ലേ? ചെറിയൊരു തേയ്മാനം വരണ്ടെന്ന് പറയല്ല. 40 സീരിയൽ കാണുക കണ്ണുകൊണ്ട്, ചെവിയുടെ അകത്തേക്ക് യന്ത്രം വെച്ച് കയറ്റുക. ഇതൊക്കെയല്ലേ ഇപ്പം നമ്മൾ ചെയ്യണം. അകത്തൊക്കെ ഏത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു അതൊക്കെ ഭക്ഷിക്കുക. അവസാനം ഒരു നിവൃത്തിയിലേക്ക് മിക്സിയിലിട്ട് അടിച്ച് കുടിക്കുക. ഈ 5 ഇന്ദ്രിയവും തേയ്മാനമില്ലാതെ മടക്കി കൊടുക്കണം. മരണവും രോഗമായിട്ട് ബന്ധമില്ല. രോഗവും മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. മരിക്കാൻ കാരണം വേണ്ട. പക്ഷെ ജന്മജന്മാന്തരമായിട്ട് രോഗം വന്ന് നമ്മൾ മരിച്ചത് കൊണ്ട് ഇപ്പോഴും വിചാരിച്ചിട്ടുണ്ട് മരണത്തിന് സൂക്കേട് വേണം. അപ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ സന്തോഷപ്രദമായിരിക്കണം. അതിന് നമ്മൾ ഉത്ഥാനപാതൻ ആവണം. ആരെങ്കിലും ചോദിച്ചാൽ എന്താ ഒരു മാറ്റം? ഞാൻ ഉത്ഥാനപാതനാവാൻ നിശ്ചയിച്ചു. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഉത്ഥാനപാതനായിക്കഴിഞ്ഞു. അപ്പം ഇവിടെ ഇപ്പോൾ 2 ഭാര്യമാരുണ്ട് എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഒരു ഭാര്യ, സുന്ദരിയായൊരു ഭാര്യ, പേര് സുരുചി. നല്ല സുന്ദരിയാണ്. എന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ പറയും. രുചിപ്രദമായ കാര്യമല്ലാതെ പറയില്ല. ശാപ്പാട് കഴിച്ച് മതി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കഴിച്ചോളൂ കേട്ടോ. ഇതാണ് സുരുചി. എല്ലാ ധിക്കാരത്തിനും കൂട്ടും. കൈക്കൂലി വാങ്ങിക്കോളാൻ പറയും. അതൊക്കെ ഇപ്പൊക്കെ ആവോ? നമ്മളും പൈസ കൊടുത്ത് പഠിച്ചതല്ലേ. രുചിപ്രദമായ കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സുഖപ്രദമല്ല, ഒരിക്കലും സുഖപ്രദം. ഒരു മാസം മുമ്പ് മൂകാംബി പോയപ്പോൾ മൂകാംബിയിൽ എത്തുന്നത് വരെ ഛർദിച്ചിട്ട് ഒരു സ്ത്രീ തളർന്ന് കിടക്കുക. അപ്പം അവിടെ വെച്ച് കണ്ടപ്പോൾ അമ്മയ്ക്കൊരു മോഹമുണ്ട്, അങ്ങയെ ഒന്ന് കാണണമെന്നുണ്ട്. ടി വിയിൽ പറഞ്ഞൊക്കെ കേൾക്കും. ഒന്ന് അങ്ങോട്ട് കയറുമെന്ന് വെച്ചു. കയറി. അമ്മ പറഞ്ഞു വരണത് തൃശ്ശൂരിൽ നിന്നാണ് മൂകാംബിക്ക്. തൃശ്ശൂർ മുതൽക്ക് മൂകാംബിക വരെ ഛർദിച്ചു. പിന്നെ ചോദിച്ചപ്പോൾ എന്താ കാര്യം? എനിക്ക് AC പറ്റില്ല, കാറിലാണ് പറഞ്ഞു. എന്നാൽ ഈ AC അങ്ങോട്ട് ഓഫ് ചെയ്തുകൂടെ? എങ്കിൽ പിന്നെ എന്തിനാ AC കാർ വാങ്ങിയെന്ന്? എല്ലാവർക്കും നല്ലതല്ല AC. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ രുചിപ്രദം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ജീവിതത്തിൽ സന്തോഷിക്കാൻ വാതിലും ജനവാലും മുഴുവൻ അടച്ചിടുക, വലിയ കെട്ടിടം വയ്ക്കുക. ഈ സുരുചി രുചിപ്രദമായതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കും? സുരുചിക്ക് ഇപ്പം എന്താണ് ഇപ്പോൾ ഒരു പേര് കൊടുക്കുക എന്ന്? ഈ ഫിലിപ്പൈൻസിലൊക്കെ നായയെ കൊന്നു തിന്നു. അപ്പം നായയെ കൊന്നു തിന്നുമ്പോൾ 60 കിലോമീറ്റർ അകലെയുള്ള വനത്തിൽ നിന്ന് നായ മണം പിടിച്ച് വരാൻ ആഹാരത്തിൽ ചേർക്കുന്ന സാധനത്തിൻ്റെ പേരാണ് അജിനാമോട്ടോ. നമ്മളിപ്പോൾ ദിവസേന കലക്കി കുടിക്കുന്ന സാധനമാണ്. ബസ്സിലൊക്കെ പോകുമ്പോൾ ആ മണം കണ്ട് അടിക്കുമ്പോഴേയും കഴിക്കണം തോന്നുന്ന സാധനം ഈ അജിനാമോട്ടോ. ചില വസ്തുവിന് ചില ഗുണമുണ്ട്. പുകയില ചെടിക്കൊരു ഗുണമുണ്ട്,
അതും ഇതേമാതിരി 80 കിലോമീറ്റർ അകലേന്ന് പോയസനെ വലിച്ചെടുത്തോളൂ, പേടിക്കണ്ട. ആ പുകയിലാണ് ഇപ്പോൾ കത്തിച്ച് വലിക്കുന്നത്. ആ പുകയില ചെടിയുടെ പ്രത്യേകത. കാഞ്ഞിരമരം ഉണ്ടെങ്കിൽ വെള്ളത്തിനെ ശുദ്ധീകരിക്കും, അത് കാഞ്ഞിര മരത്തിൻ്റെ പ്രത്യേകത. ഒക്കെ ഈ ഭൂമിയിൽ വേണം. ഈ രുചിപ്രദമായിട്ടുള്ള ഒരു പത്നി സുന്ദരിയാണെന്ന് പറയാൻ കാരണം, നമുക്ക് ഏത് രുചിപ്രദമായി തോന്നും, നല്ല ചൂടത്തിങ്ങനെ വരുമ്പോൾ നല്ല ഐസ് ഇട്ടുള്ള മാംഗോ ജ്യൂസ്, സുരുചി പറയും, കഴിച്ചോ. ഇവിടെ അങ്ങോട്ട് എത്തണോ, പിറ്റേ ദിവസം കുഴഞ്ഞ് ആസ്പത്രിയിലാവും ചെയ്യും. സുനീതിക്ക് വലിയ ഭംഗിയില്ല. സുനീതി പറയും കൈക്കൂലി വാങ്ങണ്ട. ഒരു 4 തവണ നെഗറ്റീവ് കാര്യം പറയുമ്പോൾ തന്നെ ആളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റും. കൈക്കൂലി വാങ്ങരുതിട്ടോ, സുനീതി പറയും. നീതിപ്രദമായ കാര്യമല്ലാതെ സുനീതി പറയും. എവിടെയും നമുക്കിഷ്ടം പഠിക്കണ കാലത്ത് അധികം പഠിപ്പിക്കാത്ത മാഷെ ഒക്കെ നമുക്ക് സുരുചിയാണ് ഇഷ്ടം. ഈ സുനീതിക്ക് ഭംഗി ഇല്ല എന്ന് പറയാൻ കാരണം, സുനീതി നീതിപ്രദമായ കാര്യമാണ് പറയുക. അനവധി കാര്യങ്ങളുണ്ട്. പത്രമിടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റൂള് പോലെ ഒരെണ്ണം സ്ഥാപിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ടീപ്പോയുടെ മുകളിൽ ആളിരിക്കും. ഇരിക്കാൻ വേണ്ടിയാണോ അത് കൊണ്ടുതന്നെ? അല്ല, സുനീതിക്ക് എതിരാണ്. ഇരിക്കുമ്പോൾ സൗകര്യം ഉണ്ടാവും, പക്ഷെ അത് പത്രം ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതുപോലെ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. നാളെ റിയാക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊക്കെ ഈ സുരുചി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സുരുചിയോട് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പേടി. നമുക്കിന്ന് ഏറ്റവും പേടി ആരോടാ? ഏറ്റവും സ്നേഹിക്കുന്നവരോടാ. അതുകൊണ്ടാണല്ലോ മകള് പഠിക്കണ സ്കൂൾ ബസ് എന്നിട്ട് കേൾക്കുമ്പോഴേക്കും ഇവിടെ ഞെട്ടിയില്ലേ, പേടിച്ചില്ലേ? കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകള് പഠിക്കണ സ്കൂൾ ബസ് മറഞ്ഞു എന്നാണ് പറയാൻ പോകണമെങ്കിലോ. ഏറ്റവും ഭയം നമ്മൾ സ്നേഹിക്കുന്നവരെ. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഭയം നാം സ്നേഹിക്കുന്നത്. വ്യത്യസ്ത വികാരങ്ങളൊക്കെ നാം വ്യാവഹാരിക ഭാഷയിൽ പറയുമ്പോഴേ വ്യത്യസ്ത വികാരമുള്ളൂ. യഥാർത്ഥത്തിൽ ഒന്നെ. ദേഷ്യവും ദേഷ്യം എന്ന് പറയുന്നത് ദുഃഖം എന്ന് പറയുന്നതും ഒന്നാണ്. എന്ത് പൊട്ടത്തരാ പറഞ്ഞു? ദേഷ്യവും ദുഃഖവും ഒന്നാണ്. അതെ, അതല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് ദുഃഖം വരും. എന്നാൽ ഒന്നാണെന്ന് പറയാൻ കാരണം എന്താ? ഒരാൾ 100 രൂപ തന്നു, ഈ പോക്കറ്റിലിട്ടു. വേറെ ആൾ 100 രൂപ തന്നപ്പോൾ ഞാൻ ഈ പോക്കറ്റിലിട്ടു. ആളുകൾ ചോദിക്കുക, പി ആർ നാരായണയിൽ ഇപ്പം എത്ര രൂപയുണ്ട്? 200 രൂപയുണ്ട്. അത് ഈ പോക്കറ്റിലല്ലേ, അത് നിങ്ങളോട് ആ പോക്കറ്റിലിടാൻ ആരും പറഞ്ഞിട്ടില്ല. ഇതേമാതിരി പരിചയക്കാരനായിട്ടുള്ള ഒരു അപ്പുകുട്ടൻ, അടുത്ത വീട്ടിലെ പാവപ്പെട്ട പയ്യൻ നമ്മുടെ മേലിൽ സൈക്കിളിടിച്ചു. അപ്പം എന്തു വന്നു? ദേഷ്യം വന്നു. ദേഷ്യത്തിൻ്റെ പോക്കറ്റിലേക്ക് ആക്കി. ആശുപത്രി പോയി, നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്താ ദേഷ്യം വരാഞ്ഞ്? ആരോടെ ദേഷ്യപ്പെടുക? അപ്പം അത് അയ്യോ എൻ്റെ കഷ്ടകാലം, ദുഃഖത്തിൻ്റെ പട്ടികയ്ക്കാക്കി. കുട്ടി പഠിക്കണില്ല, അപ്പം നമുക്ക് ദേഷ്യം വന്നു, തല്ലി. പിന്നെ മനസ്സിലായി തല്ലിയിട്ടും നേരെയാവില്ല, അപ്പം എന്തായി? ദുഃഖത്തിൻ്റെ പട്ടികയിലേക്ക് മാറ്റി. ഒരൊറ്റ കാര്യമാണ്. ലൈൻമാനായിട്ട് വലിയ സുഖത്തിലല്ല, കറണ്ട് പോയി. നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് കറണ്ട് പോക്കാൻ കാരണം ആ ലൈൻമാൻ ആ ദേഷ്യം വന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ കേരളം മുഴുവൻ പോയിടും. അപ്പോഴോ എന്താ ദേഷ്യം വരാത്തത്? അപ്പോൾ ദുഃഖത്തിൻ്റെ പട്ടികയൊക്കെ മാറ്റി. ഒരേ കാര്യം. ഉത്ഥാനവാദൻ ഈ 2 ഭാര്യമാരുള്ളതിൽ ധ്രുവൻ, സുനീതിയുടെ പുത്രനായുള്ള ധ്രുവൻ വന്ന് മടിയിലിരുന്നപ്പോൾ ആ കുട്ടിയെ ഓമനിക്കാൻ നമുക്ക് കഴിയാതിരിക്കാനുള്ള കാരണം സുരുചിയോടുള്ള വാത്സല്യവും ഭയവും കൊണ്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നു. ധ്രുവനെ ഉത്ഥാനവാദൻ ഓമനിച്ചില്ല എന്ന് പറഞ്ഞാൽ
പല തത്വസംഹിതയും നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള മടി, നമ്മൾ സുരുചിയെ സ്നേഹിക്കണം. ഭാഗവത പ്രഭാഷണം ഇവിടെയുണ്ട്. അപ്പം അപ്പുറത്ത് ഏറ്റവും വേണ്ടപ്പെട്ട യാത്രയയപ്പ് അവിടെ വെച്ച 10 ആളേ ഉള്ളൂ. ആ യാത്രയപ്പിന് എങ്ങനെയാണ് പോവാതിരിക്കുക? കാരണം ഇവിടെ ആ യാത്രയപ്പിനെ ഓമനിക്കാൻ കാരണം അവിടെ രുചിപ്രദമായ എന്തോ കാര്യം ഉണ്ടായതുകൊണ്ട് ആ കമ്പനിക്ക് പോയത്. ഈ കമ്പനിയിലേക്ക് വരാത്തത് ഇത് സുനീതി. അങ്ങനെ ഈ ധ്രുവൻ വന്നിറങ്ങിയപ്പോൾ സുരുചി പിടിച്ചിറക്കി. സുരുചി പറഞ്ഞു, നീയേ എൻ്റെ ഉദരത്തിൽ ജനിക്കണമായിരുന്നു. ഇപ്പം നിനക്കതിനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. നീ പോയിട്ട് വല്ല സിദ്ധിയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഉദരത്തിൽ ജനിച്ച് രാജകുമാരനാവാൻ ശ്രമം നടത്തുമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മോശമായ ഭാഷയിൽ പറഞ്ഞു. ഇത് സുരുചി പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കനത്ത ദുഃഖം ഉണ്ടായി. അപ്പം അമ്മ പറഞ്ഞ മറുപടി എന്താ? അമ്മ പറഞ്ഞ മറുപടി, ഇതിലത്തെ ഓരോ കഥാപാത്രവും നാം തന്നെയാണ്. അപ്പോൾ പറഞ്ഞത്, ഇന്നത്തെ ഒരമ്മ എന്തു ചെയ്യും? ഒരു കുട്ടി വീണാൽ, മോൻ അവിടെ വീണോ, ഒരു വടി എടുത്തിട്ട് ആ വീണോടത്തിൽ 2 അടി അടിച്ച് മോൻ പോയിക്കോ, ആ കുട്ടിയുടെ കുറ്റല്ല. ഇങ്ങനെ ഏത് തെറ്റ് ചെയ്തിരുന്നാലും മോൻ്റെ കുറ്റല്ല എന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയെ വളർത്തണം. അയൽവക്കത്തൊരു കുട്ടിയെ ഈ കുട്ടി തല്ലിയാൽ അമ്മ പറയും, എൻ്റെ മോനൊരു ദേഷ്യം വരുന്നവനാണ്, പെട്ടെന്ന് ആ തല്ല് കിട്ടാൻ പാകത്തിൽ തന്നെ മറ്റവൻ അവിടെ വന്ന് നിൽക്കണോ? അങ്ങനെ അമ്മമാർ പറയും. ഒടുവിൽ ജീവിതത്തിൽ ഒരു കുറ്റവും എൻ്റെ അല്ല എന്നുള്ള രീതിയിൽ കുട്ടി വളരുന്നു. അവിടെ വീഴാനുള്ള കാരണം ആ സ്ഥലത്തിൻ്റെ മോശം. ഞാൻ ഒരുത്തനെ തല്ലിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ മുഴുവൻ വളർച്ച. സ്നേഹം എന്ന് പറഞ്ഞാൽ പറയണത് മുഴുവൻ അനുസരിക്കുന്നത്. ഈ രീതിയിലാണ് ഈ കുട്ടി വളരുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. പക്ഷെ സുനീതി പറഞ്ഞു കൊടുത്തത് നമുക്ക് ബാധകം. സുനീതി പറഞ്ഞു, മോനെ, ഒരു കാര്യത്തിലും അന്യരിൽ കുറ്റം കണ്ട് ശീലിക്കരുത്. ഒരു കാര്യത്തിലും അന്യരിൽ കുറ്റം കണ്ട് ശീലിക്കുകയേ ചെയ്തു. എങ്കിൽ നമുക്ക് യാതൊരു വളർച്ചയും ഉണ്ടാവില്ല. നമ്മുടെ വളർച്ച, പ്രഭാഷകൻ സംസാരിക്കുമ്പോൾ കുറേ പേര് എണീറ്റ് പോയാലുണ്ടാക്കി ആ നാട്ടുകാരെ ചീത്ത പറഞ്ഞാൽ ഇയാൾക്ക് വളർച്ച ഉണ്ടായോ? ഏത് രീതിയിലും നൃത്തം ചെയ്യാൻ നർത്തകിക്ക് കഴിയണം. ഏത് ഓഡിയൻസിൻ്റെ മുമ്പിലും ചെപ്പടി വിദ്യ കാണിക്കാൻ കഴിയണം. ഇതുപോലെ പശ്ചാത്തലത്തെയോ പരിതസ്ഥിതിയെയോ അന്യരെയോ കുറ്റം കണ്ട് ശീലിക്കുകയോ ചെയ്യരുത്. ഈ ലോകം ഓക്കെയാണ്. ഈ ലോകത്തിലെല്ലാവരും നമ്മൾ ചിന്തിക്കണ പോലെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മാത്രമല്ല, വളരെ ശ്രദ്ധാപൂർവം നോക്കിയാൽ ഈ ലോകത്ത് ഒരാളെ നാം കുറ്റം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ നമ്മുടെ മാതിരി അല്ല എന്നല്ലേ. അതാണ്. കുറ്റങ്ങൾ പറയുന്നവരാരാണെങ്കിലും അവർ ഇഷ്ടപ്പെടുന്നത് കുറ്റമില്ലാത്ത ആളെയാണ്. തീർച്ചയായും കുറ്റമില്ലാത്ത ആളോട് വളരെ ആരാധന ഉണ്ടായതുകൊണ്ടാണല്ലോ എല്ലാവരിലും കുറ്റം കാണുന്നത്. ആരായി കുറ്റമില്ലാത്ത ആള്? പരിപൂർണൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് മാത്രമാണ്. അതുകൊണ്ടാണ് നിരീശ്വരവാദിയാണെങ്കിലും അന്യരെ കുറ്റം പറയുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മഹാനാണ്. കാരണം നിങ്ങൾക്ക് കുറ്റങ്ങളില്ലാത്ത ആളല്ലേ വേണ്ടത്. അതാണ് പരമാത്മാവ്. ശ്രീരാമൻ സീതയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സീതയുടെ മാതാവ് രാമനോട് പറഞ്ഞു, എൻ്റെ മകൾക്ക് 16 കുറ്റങ്ങൾ ഉണ്ട്. എന്താണ് 16 കുറ്റം? ആ 16 കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കൊടുത്തു. ആ കുറ്റങ്ങളെയും കുറവുകളെയാണ് താലി കെട്ടി രാമൻ സ്വീകരിച്ചത്. വളരെ ഡീപ്പായ അർത്ഥം വരെ കേട്ടോ. മഹാലക്ഷ്മിക്ക് 16 മുഖങ്ങളുണ്ട്, 16 ഏങ്കിളുണ്ട് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. നമ്മൾ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഗുണങ്ങൾ മാത്രമാണ് പറയുന്നത്. എൻ്റെ പുത്രന് എന്നെ ദോഷമുണ്ട് കേട്ടോ,
16 ദോഷമുണ്ട്. എന്താണ്? 1.5 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്നുണ്ട് എന്നല്ല പറയേണ്ടത്. രാവിലെ 7 മണിക്ക് പോയാൽ 11 അവന് വരാൻ പറ്റുള്ളൂ. ഒരു ദോഷം. അവന് ഇന്ന ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എപ്പോഴും അവന് എല്ലാ കാര്യത്തിനും കല്യാണത്തിനും വരാൻ പറ്റില്ല. 3-ാമത്തെ കുറ്റം, ഷർട്ട് അലക്കാൻ അവന് നേരം കിട്ടില്ല. ഈ 16 കുറ്റം പറഞ്ഞതിന് പകരം നമ്മൾ 16 ഗുണം പറഞ്ഞു. ഇന്ന ഗുണമുണ്ട്. എന്താണ് അവിടുത്തെ ബിസിനസ് എന്നറിയോ? അതിൻ്റെ അപ്പുറമാണ്. അത്ര ബിസിനസ് അവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇയാൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതാ. അപ്പൊ കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, മോനെ ധ്രുവ, അന്യരിൽ കുറ്റം കണ്ട് ശീലിക്കാത്തൊരു ജീവിതത്തെ വളർത്തിയെടുക്കുമ്പോൾ ആ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആകർഷിക്കുന്നവൻ എന്ന്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നു. എന്താണ് ആകർഷിക്കുന്നവൻ? നീ വിഷ്ണുവിനെ കാണൂ, ഭജിക്കൂ, തത്വം അറിയൂ. എന്താണ് തത്വം? ഈ ഭൂമി വളരെ പെട്ടെന്ന് ലയിക്കുന്നതാണ് വെള്ളത്തിൽ. ഭൂമി എന്നൊട്ടൊന്നുമില്ല, വെള്ളമുള്ളൂ. വെള്ളം എന്നൊട്ടൊന്നുമില്ല, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നതാ. അത് പെട്ടെന്ന് അഗ്നിയാവും. ഹൈഡ്രജൻ കത്തും ചെയ്യും, ഓക്സിജൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ വെള്ളമില്ല. അഗ്നി എന്നൊട്ടൊന്നുമില്ല, അത് പെട്ടെന്ന് വായുവിൽ ലയിക്കും. വായു ആകാശത്തിൽ ലയിക്കും. ആകാശവും ഇല്ലാതെയാവും. സൂര്യൻ അങ്ങോട്ട് കെട്ടാൽ ഇതൊക്കെ ബ്ലാക്ക് ഹോൾ തിയറി എന്ന് പറയും. ഇതെല്ലാം കൂടി അങ്ങോട്ട് ആകർഷിക്കും. ഇതാണ് കൃഷ്ണൻ, ആകർഷിക്കുന്നവൻ. വാഷിംഗ് മെഷീനിൽ തുണിയെ കെട്ടാൽ കറുത്ത ഡ്രസ്സിൻ്റെ അടുത്തേക്ക് ബാക്കി നൂലുകൾ ആകർഷിക്കും, കറുപ്പിലേക്ക് ആകർഷിക്കും. ഇതാണ് കൃഷ്ണൻ. ഇതാണ് ഏറ്റവും പരവുമായുള്ള സത്യം. അങ്ങനെയാണെങ്കിൽ ഈ പരമാത്മാവ് എവിടെയുണ്ട്? നമ്മളിലുമുണ്ട്. ഇതിപ്പോൾ പഞ്ചഭൂതങ്ങളിലെ കാര്യമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഇങ്ങനെ തന്നെ. നമ്മുടെ ശരീരത്തിലും ഇങ്ങനെയാകുമ്പോൾ എന്താണ്? പൃഥ്വിതത്വം നമ്മളിലുണ്ട്, ഭൂമിതത്വം നമ്മളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആകർഷിക്കാനുള്ള ശക്തിവിശേഷം നമുക്കുണ്ട്. നമുക്ക് ആകർഷിക്കാനുള്ള ശക്തിവിശേഷത്തെ മാത്രമാണ് നാം ഡെവലപ്പ് ചെയ്യുന്നത്. സങ്കൽപ്പിക്കൂ, അത് പ്രാവർത്തികമാവും. കൃഷ്ണൻ നമ്മളോട് പറയണു, നിങ്ങൾ സങ്കൽപ്പിക്കൂ. ആ സങ്കല്പിക്കുന്നത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർ സങ്കല്പിക്കുന്നതും പ്രാവർത്തികമാവും. ഹിരണ്യകശിപു പോലെ അത്രയും വലിയൊരു ഭക്തനുണ്ടോ? ഒരു കുട്ടി രാവിലെ എണീറ്റിട്ട്, അമ്മ എനിക്കിന്ന് ദോശ പാടില്ല, പിട്ട് വേണ്ട, ചപ്പാത്തി വേണ്ട, പൊറാട്ട വേണ്ട, വെള്ളപ്പം വേണ്ട, അമ്മോടെ ഇതൊന്നും പാടില്ല. അമ്മ എന്ത് ചെയ്യണം? കുട്ടിക്ക് സ്കൂളിൽ പോണതിനിടയ്ക്ക് സ്നേഹമുള്ള അമ്മ ഇതൊന്നും അല്ലാത്തൊരപ്പം ഉണ്ടാക്കണ്ടേ? ഇതൊന്നും അല്ല. ഇതേപോലെ ഏറ്റവും സ്നേഹമുള്ള വിഷ്ണുവിനോട് ഹിരണ്യകശിപു പറയാണ്, പകൽ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, വീടിൻ്റെ അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, സ്ത്രീ കൊല്ലരുത്, പുരുഷൻ കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സമയമുണ്ടോ വിഷ്ണുവിന് കൊടുത്തു? അതും കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ തൂണിലും തുരുമ്പിലും ഉണ്ടോ? ഉണ്ട്. ഈ തൂണിലുണ്ടോ? ഉണ്ട്. എങ്കിൽ എൻ്റെ വിഷ്ണു ഈ തൂണിന്ന് ചാടി രക്ഷപ്പെടുന്ന ഞാൻ കാണട്ടെ എന്ന് പറയുമ്പോൾ ഈ രൂപമെടുക്കാൻ വിഷ്ണുവിന് എത്ര കുറച്ച് സമയമാണ് കിട്ടിയത്. തൂണിലും തുരുമ്പിലും ഉണ്ടല്ലോ. ശരി, ഈ തുരുമ്പിൽ നിന്ന് ഈ ശക്തി വരണേ കാണട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, പ്രഹ്ലാദൻ പറഞ്ഞിരുന്നുവെങ്കിൽ, വിഷ്ണു മറ്റൊരു രൂപം ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനായിട്ടതിനേക്കാൾ അനുഗ്രഹിക്കാൻ വന്ന മറ്റൊരു രൂപം നമുക്ക് കാണുമായിരുന്നില്ലേ? എത്ര സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കണം ഓരോരുത്തരോട്. സങ്കല്പിക്കുന്നതൊക്കെ അതേമാതിരി അപ്പം തന്നെ സങ്കല്പം അനുസരിച്ച് നടക്കും. പിന്നെന്താ ഈ ലോകം എങ്ങനെ? ഈ ലോകം എന്താ എങ്ങനെ ആവാൻ കാരണം? ഇങ്ങനെ സങ്കല്പം അനുസരിച്ചാണ് നടക്കണത്. വിഷ്ണു പറഞ്ഞു ഓരോരുത്തരുടെയും സങ്കല്പം അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മളിത് അറിയണില്ല. ഇവിടേക്ക് വരെ ഞാൻ കുപ്പായിട്ട് സങ്കല്പിച്ചിരുന്നോണ്ടാണ് അങ്ങോട്ട് പറഞ്ഞത്. ഇത് കേൾക്കാൻ വന്നവരും ഇതൊന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് വന്നത്, എല്ലാവരും വന്നിട്ടില്ല. 3 വയസ്സായൊരു കുട്ടിയെ അമ്മ നല്ല ഉടുപ്പ് ധരിപ്പിച്ചിട്ട്
കണ്ണെഴുതി പൊട്ടുകുത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് മോള് ഇവിടെ ഇരുന്നോ എന്നുള്ളൊരു കസേര ഇരുത്തി. ആ കുട്ടിക്ക് വേണ്ടുന്നൊക്കെ കൊടുത്തു. കണ്ണെഴുതി പൊട്ടു. മോളെ കാറ്റിനിതാ ഫാൻ ഇട്ട് കൊടുത്തു. ഇനി ടി വിയും കൂടി കണ്ടു. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് വേണ്ടൊന്നുമില്ലല്ലോ. ഈ കുട്ടിയെ മാതിരിയാണ് നമ്മൾ. ഇപ്പം എന്താ അറിയോ, അമ്മ അടുക്കളയിൽ പപ്പടം കാച്ചിട്ടുണ്ട്. അവിടേക്ക് ഈ കുട്ടി എണീറ്റ് പോയി. മോളെ 4 പപ്പടമേ ഉള്ളൂ, ഏട്ടന്മാർ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്, അവിടെ വെച്ചിട്ട് പപ്പടം തിന്നരുത്, വേണമെങ്കിൽ ഇവിടുന്ന് തിന്നോ. കുട്ടി ഈ പപ്പടമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഏട്ടന് തട്ടാൻ പാകത്തിൽ അവിടെ കൊടുത്ത് കടിച്ചു. ഏതേട്ടനും കൊടുക്കൊരു തട്ട്. അത് തട്ടി പപ്പട പൊട്ടി. പപ്പടം പൊട്ടിയപ്പോൾ ഏട്ടനെ മാന്തി കൊടുത്ത് ഏട്ടനെ അടി. മണ്ണിൽ വീണ് ചുണ്ട് പൊട്ടി നെല്ലോളി തുടങ്ങി. അമ്മ വന്നു, മേല് മുഴുവൻ മണ്ണായി, ചുണ്ട് പൊട്ടി അകത്ത് കൊണ്ടേ കിടത്തി. 2 മണിക്കൂർ നിലവിളിച്ചു. ഈ നിലവിളി ഈ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. ഫുൾ സ്റ്റോപ്പ്. ആ കുട്ടിക്ക് ആ കസേരയിൽ ഇരിക്കാനല്ല ഇഷ്ടം. മണ്ണ് വരണ്ട് ചുണ്ട് പൊട്ടി 2 മണിക്കൂർ നിലവിളിക്കുന്നത് ഇഷ്ടമാണ്. നമ്മൾ ഓരോരുത്തരും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുന്നതും കോടതി വരാന്തയിൽ നിൽക്കുന്നതും ഒക്കെ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ എനിക്കിഷ്ടം വേറെന്നാണ് പറയേണ്ട ഇഷ്ടങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഇഷ്ടമല്ലാത്തൊരു കാര്യം നടക്കുന്നില്ല. സദ്യാപ്രസാദിനി, അതാത് വ്യക്തിക്ക് ഇത് ഇഷ്ടമാണ്. എത്രയോ പേർക്ക് വഴക്കിഷ്ടമാണ്. എത്രയോ കാരണവന്മാർ മക്കളും പേരക്കുട്ടികളൊക്കെ ചിരിച്ചും കൊണ്ടിരിക്കുമ്പോൾ ടെൻഷനോട് പിന്നെ നിൽക്കും. ഇത് നിന്ന് കിട്ടട്ടെ, ഇനിയിപ്പോൾ ടെൻഷൻ വേണ്ടേ. കുട്ടീഷൻ മറ്റേ അപ്പൂട്ടൻ്റെ കല്യാണത്തിന് പോയപ്പോൾ എന്തേ പറഞ്ഞതെന്ന് അറിയണം. എന്നിട്ട് വേണം അവിടെ വഴക്കുണ്ടാക്കാൻ. എത്രയോ പേർക്ക് കല്യാണത്തിനൊക്കെ ഇഷ്ടം ഡൈവേഴ്സാ. വിവാഹം ഉണ്ടായാലല്ലേ ഒരു ഡൈവേഴ്സ് നടക്കുള്ളൂ. അതുകൊണ്ട് കൃഷ്ണനെ ഒരാളും കുറ്റം പറയരുത്. എല്ലാവരും സങ്കല്പിക്കുന്നു, ചോദിക്കുന്നു, ഞാൻ കൊടുക്കുന്നു. സുനീതി പുത്രനോട് പറഞ്ഞു, മകനെ, ഏതൊരു കാര്യത്തിലും അന്യരെ കുറ്റം കാണാതെ അവനവനെ കുറ്റം കാണുക. നമുക്ക് സങ്കല്പിച്ച് വരുത്താനുള്ള സിദ്ധിയുണ്ട്. എല്ലാവർക്കും ഗുരുവിനെ കിട്ടുമോ? ഗുരുവിനെ കിട്ടും. ഗുരു ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് വരും അന്വേഷിച്ചിട്ട്. സങ്കല്പിക്കൂ. എങ്ങനെയാ വരികയെന്ന് ആലോചിക്കണ്ട. ലളിതാ സഹസ്രനാമം വായിച്ചിട്ട് ഒരു ദിവസം 5 മണിക്കാണ് വായിച്ചു കഴിഞ്ഞു. ചെറിയൊരു വിശപ്പുണ്ട്, ഭാര്യ വീട്ടിലില്ല. വിശപ്പിനിപ്പോൾ കഴിക്കാൻ എന്താ പറ്റുകയെന്ന് ആലോചിച്ചു. അകത്തൊന്നും ഇല്ലേന്. മനസ്സ് തോന്നി കുറച്ച് അവില് കിട്ടിയാൽ നന്നായിരുന്നു. അപ്പണ്ട് അടുത്ത വീട്ടിലെ സ്ത്രീ മതിലിൻ്റെ അവിടെ വിളിച്ചു കൊണ്ടു, പിന്നെ ഞാൻ കുറച്ച് അവിലുണ്ട് കൊണ്ടിട്ടെ. ഇതുവരെ അതിനുമുമ്പ് അവരൊന്നും തന്നിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം എനിക്കൊന്നും തന്നിട്ടില്ല. അവില കൊടുന്നു വെച്ചു. ഇതേമാതിരി സദ്യാപ്രസാദിന് ചോദിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സങ്കല്പിച്ചതാവുന്നുണ്ട്. നാം ഇതറിയുന്നില്ല. അന്യൽ മോനെ കുറ്റം കാണണ്ട. ആ ആളെ ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണവന്മാരുടെ വർത്താനം കേട്ടിട്ടുണ്ടോ? മരുവൻ കുട്ടീഷൻ അവധിയിൽ വന്നു, എന്നെ കാണാൻ വന്നില്ല. നിക്കൊരു സ്പ്രേ അല്ല, വേണ്ടിയിട്ടല്ല കേട്ടോ. പിന്നെ എന്തിനാത് പറയാൻ നിൽക്കുന്നു? നിക്കൊരു ബ്ലേഡ് വേണ്ടിയിട്ടല്ല, എന്നാലും ഇങ്ങനെ ഇല്ലേ. അമ്മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമനെ ആകർഷിക്കാൻ, കുട്ടി കൃഷ്ണനെ ആകർഷിക്കാൻ അമ്മാമന് കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ വരാത്തത്. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അതിൽ എത്രയും പേര് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിലവർ വരുന്നുണ്ടല്ലോ. എന്താ ചിലവർ വരാൻ കാരണം? അവരെ ആകർഷിക്കാൻ നമുക്ക് കഴിയും. അകത്ത് സ്നേഹം എന്ന വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആകർഷിക്കപ്പെടും. ഇതാണ് പറഞ്ഞു കൊടുത്തത്. അല്ലാതെ സുനീതിയുടെ കുറ്റം, സുരുചിയുടെ കുറ്റം സുനീതി പുത്രന് പറഞ്ഞു കൊടുത്തില്ല. നമ്മളാകട്ടെ ഓരോരുത്തരും സുരുചിമാരായതുകൊണ്ട് മക്കളോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ മാഷക്ക് തന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ ടീച്ചർ പണ്ട് നിനക്കുള്ള മാർക്ക് കുറച്ചു. ഇങ്ങനെ ഓരോന്നും അനുകൂലമായിട്ട് പറഞ്ഞതിന് പകരം നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല. ഇനി വേണമെങ്കിൽ ധ്രുവനിൻ്റെ ഒരു കുറവില്ലേ? എന്തുകൊണ്ട് സുരുചിയെ ആകർഷിക്കാൻ ധ്രുവന് കഴിഞ്ഞില്ല?
എങ്കിൽ മോനെ അവിടെ ഇരുന്നോന്ന് പറയാൻ കഴിഞ്ഞില്ല, ആകർഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്തോ ഒരു കുറവ് ധ്രുവനൊപ്പമുണ്ട്. ആ കുറവിനെ നികത്താനാണ് പോയത്. ഈ കുറവിൻ്റെ പേരാണ് നമ്മൾ പൂജ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന്. അതിൻ്റെ പേരാണ് പൂജ. ഇപ്പോൾ എന്തിൻ്റെയോ ഒരു കുറവ് ഉണ്ട്, ഇനി ആ കുറവ് എനിക്ക് നികത്താം. അതാണ് പൂജ. അതിന് ഭാഗ്യം ചെയ്യണം. ലോകത്ത് ഭൂരിപക്ഷം വ്യക്തികളും നേരത്തെ ഞാൻ കഥയെ പറഞ്ഞ ആ കുട്ടിയെ പോലെയാണ്. അവർക്ക് നെലോളി ഇഷ്ടമാണ്, അവർ സങ്കല്പിക്കുന്നു. നമ്മുടെ സങ്കല്പങ്ങളിൽ നോക്കിയിട്ടുണ്ടോ? സങ്കല്പങ്ങളാണ് പ്രാവർത്തികം. രാവിലെ വർത്തമാന പത്രങ്ങളിൽ ചീത്ത വാർത്തകൾ വായിക്കുമ്പോൾ എല്ലാവരും സങ്കല്പിക്കും. എല്ലാവരും സങ്കല്പിക്കുമ്പോൾ എന്തുണ്ടാവും? അത്തരം കാര്യങ്ങൾ കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് അധർമ്മത്തെ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, ധർമ്മത്തെയാണ്. അത് സങ്കല്പിക്കും. നിങ്ങൾ ഇന്ന ഇൻഷുറൻസ് ചേരുക, ക്യാൻസർ വന്നാൽ ഫ്രീ, ഹൃദ്രോഗം വന്നാൽ ഫ്രീ, ഇന്നത് വന്നാൽ ഫ്രീ. ഇപ്പം എന്തായി? അതിൻ്റെ അപേക്ഷാപൂർവ്വം ഫില്ല് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതിലേതെങ്കിലും ഒന്നായ ഫ്രീ എന്ന സങ്കല്പവുമായിട്ട് ചേർക്കും. സങ്കല്പം പ്രാവർത്തികമാകും. 7 ഓപ്പറേഷൻ നടത്തിയാലേ മനസ്സമാധാനമുള്ളൂ കല്യാണത്തിക്ക്. 6 കഴിഞ്ഞു, ഇനി അടുത്ത എന്നാന്ന് ചോദിച്ചു ഡോക്ടറോട്. ഇങ്ങനൊരു കഥ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിങ്ങാലെ കൂടെ ഇട്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ, PR നാഥൻ സാറിലെ കഷ്ടപ്പെട്ടിട്ടാണ് വിളിക്കണം, എൻ്റെ പേര് കല്യാണി എന്നാണ്. എൻ്റെ കഥ എങ്ങനെ അറിഞ്ഞേ? ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു കല്യാണി എടുത്തിട്ട് കാര്യം പറഞ്ഞതാണ്. എന്നാൽ എനിക്ക് അങ്ങനെയാണ്, ഇപ്പോൾ 7ാമത്തെയാണ്. അപ്പം ചോദിച്ചു, ആ കല്യാണി എടുത്ത് എന്തിനപ്പോൾ 7ാമത്തെ ഓപ്പറേഷൻ ഒന്ന് വേണ്ടെന്ന്, സുഖമായിരുന്നൂടെ? പറ്റില്ലല്ലോ. ഇത് വന്നാൽ മാറില്ല, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു. ഇന്ന സൂക്കട് വന്നാൽ മാറില്ല, അതിന് ഇന്ന രീതിയിൽ ഇൻഷുറൻസ് ഉണ്ട്, അതും സുരക്ഷ. ഹിരണ്യകശിപു എന്താ ചെയ്ത്? പകലും കൊല്ലരുത്, രാത്രിയും കൊല്ലരുത്. അപ്പം എന്ത് സംഭവിച്ചു? പകലും രാത്രി അല്ലാത്തൊരു ശക്തിവിശേഷം വന്നു. പരീക്ഷത്തിന് എന്തേ സംഭവിച്ചേ? ഒടുവിൽ പരീക്ഷത്ത് പറഞ്ഞ വരി എന്താ? ഇനി ഈ പുഴുവാണ് പിന്നെ കൊല്ലാൻ പോണേ. ഓക്കെ, ടിക്ക്. ആ പുഴുവാണ് കൊന്നത്, തക്ഷകനായത്. ഈ സുനീതി പുത്രന് പറഞ്ഞു കൊടുത്തു, മോനെ പശ്ചാത്തലത്തിനെ മോൻ കുറ്റം പറയരുത്. ഒരു വ്യക്തിയുടെ ഉയർച്ച എന്ന് പറഞ്ഞാൽ തത്വചിന്താപരമായ ഉയർച്ചയാണ്. തത്വചിന്താപരമായ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സന്തോഷകാര്യവും നമുക്കിഷ്ടമാണ്. കുറച്ച് പഠിച്ചാൽ മതി ഞാൻ പറയും. കുറച്ച് പഠിച്ചാൽ മതി വെച്ചാൽ എന്താണ്? ഒരു കാര്യം നമ്മുടെ അമ്മ കേട്ടാൽ അംഗീകരിക്കുന്ന കാര്യമൊക്കെ ചെയ്യുക. എന്നോട് ഫോൺ വഴി കൗൺസിലിങ്ങിന് ചോദിക്കുന്ന ആയിരക്കണക്കിൽ പേര് ഞാൻ ഇന്ന തെറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നീട് ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ജീവിച്ചാലും മരിച്ചാലും ഇത് കേട്ടാൽ അമ്മ അഭിനന്ദിക്കുന്ന കാര്യമാണെങ്കിൽ ചെയ്യും. മിക്കവാറും അമ്മമാർ കുറെ കുസൃതിയൊക്കെ സഹിക്കുന്നു. അങ്ങനെ എനിക്കൊരു സിഗരറ്റ് വലിച്ചു എന്നോ ഒരു പഗ് മദ്യം കഴിച്ചു, അതൊക്കെ അമ്മമാർ സഹിക്കും. സ്ഥിരം തല്ലല്ലോ പരിപാടി. അതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്നെന്താ? ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ആധ്യാത്മികതയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. അമ്മ അംഗീകരിക്കാൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ അറിയാതെ ആദ്യമായിട്ട് ഒരുത്തനെ ഒന്ന് ദേഷ്യപ്പെട്ടു, ഒന്ന് ചീത്ത പറഞ്ഞു, ഉറക്കം വന്നപ്പോൾ ഒന്ന് മൂക്കുപൊടി വലിച്ചു. ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഗുണങ്ങൾ കൂടിയിട്ട് ധ്രുവൻ നാരദ മഹർഷിയെ കണ്ടപ്പോൾ, മഹർഷി ആരാണ് ഈ നാരദൻ? ഏഷണിക്കാരനാണ്. ഏഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷണി എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ് വേറൊരാളോട് പറയലല്ല ഏഷണി. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ എന്ന ഏഷണികൾ നമ്മുടെ അകത്ത് പ്രവർത്തിക്കും. മൂലാധാരത്തിലുള്ള ദേവി ശിവനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. ദേവി കന്യാകുമാരിയെ ശിവൻ കല്യാണം കഴിക്കാൻ ഉറച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം. അത് നാരദൻ മുടക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ദേവി ശിവനുമായിട്ട് ചേരുന്നതിന് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ തടസ്സമുണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. ഇതിൽ ഏറ്റവുമാണ് മൂലാധാരവും സ്വാധിഷ്ഠാനത്തിൽ നിന്ന് അങ്ങോട്ട് ഉയർന്നാൽ സ്വാധിഷ്ഠാന ചക്രത്തിന് മരണചക്രം എന്നൊരു പേരുണ്ട്.
ആ മരണചക്രം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിൽ സാധാരണ മനുഷ്യരുടെ ജീവിതം സ്വാധിഷ്ഠാന ചക്രത്തിൽ അവസാനിക്കണു. അവരെ കുറ്റം പറയരുത്. നമ്മളുടെ സമയം വേസ്റ്റാണ്. മൂലാധാരം സ്വാധിഷ്ഠാനം. ഗ്രാമീണ ഭാഷ പറയില്ലേ, അരക്കനാ കീഴ്പ്പെട്ടുള്ള കാര്യമുള്ളൂ. ആഹാരം, നിദ്ര, മൈഥുനം, ഇതേയുള്ളൂ. അവരെ പറയണ്ട. മണിപൂരക ചക്രം മോഹിനിയാണ്. ഇതാണ് വിഷ്ണു മൂന്നാമത്തെ. അതാണ് ഉറിയിൽ മൂന്നാമത്തേക്ക് കൃഷ്ണൻ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞത്. കൃഷ്ണൻ ഉറിയിലേക്ക് മൂന്നാമത്തിലേക്ക് കല്ലെറിഞ്ഞാൽ മണിപൂരക ചക്രത്തിലേക്കാണ് എറിയണത്. ഞാനിത് സ്ഥലമുണ്ടനം ചെയ്ത് ദ്വാരകാ ക്ഷേത്രത്തിന് മുമ്പിൽ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. കുറേ നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാളി സ്ത്രീയെ കണ്ടു, ചെറുപ്പക്കാരിയാണ്. കാമുകൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കൃഷ്ണനോട് സങ്കടം വന്നിട്ട് കാമുകൻ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ള രീതിയിലിരിക്കുക. ഞാൻ പറഞ്ഞു, രാധ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഇല്ല. രാധ പറഞ്ഞത് എന്താ വെച്ചാൽ ഭൗതികത്തിലെ കൃഷ്ണനും ദുഃഖകാരണമാവും. ഇതേ പറഞ്ഞേ, ഈ കൃഷ്ണന്റെ പിന്നാലെ നടന്നിട്ട് അവസാനം ഭൗതികത്തിലെ കൃഷ്ണൻ നമുക്ക് ദുഃഖകാരണമാവും. കൃഷ്ണനെ അകത്താക്കിയാൽ മതി, നമുക്ക് പുറത്തെ കൃഷ്ണൻ വേണ്ട. രാധ അങ്ങനെ പറഞ്ഞല്ലേ? പറഞ്ഞു. ആരാധന, അതാണ് രാധിക, അതിൻ്റെ ചുരുക്കാണ് രാധ. രാധ തിരിച്ചിട്ടാണ് ധാര. ഇതിനൊക്കെ ഒരു ഓർഡറും കണക്കുണ്ട്. യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും കൃഷ്ണൻ പറഞ്ഞില്ല. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ധ്രുവ, ഈ ഒരു കാര്യം ചെയ്യും, വിഷ്ണുവിനെ അറിയൂ, വിഷ്ണുവിനെ മനസ്സിലാക്കൂ, തത്വചിന്താപരമായൊരു കാര്യത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരും. ആ ജീവിതം കിട്ടാനാണ് മനുഷ്യജന്മം കിട്ടിയെന്ന്. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനമില്ലാതെ ആഹാരം, നിദ്ര, മൈഥുനം, ഭയം മാത്രം ജീവിച്ചെന്താ? കുറേ വർഷങ്ങൾക്ക് മുമ്പേ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ എന്നോടിത് പറയുകയും എന്നെ സ്വാധീനിക്കുകയും ഞാൻ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ 100 കണക്കിൽ യാത്ര. എൻ്റെ പുസ്തകം, പ്രധാന പുസ്തകമാണ് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ. അങ്ങനെ യാത്ര ചെയ്യുകയും കൃഷ്ണനെ അറിയുകയും ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രഭാതം വരെയും ഋഷിമാർ കൃഷ്ണൻ്റെ ഓരോ ചലനത്തെ പറ്റി പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ കൃഷ്ണൻ കുത്തനെ നിൽക്കില്ല. ഒരു 4 പേരും കൃഷ്ണനും ഉണ്ടെങ്കിൽ കൃഷ്ണൻ മാത്രം ഒന്ന് വളഞ്ഞേ നിൽക്കും. ഇൻ്റർവ്യൂവിന് ചെന്നാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ബാക്കി 3 ആൾക്കും ജോലി കൊടുക്കും. കാരണം ഒന്ന് നേരാമണ്ണം നിൽക്കാൻ പറയും. കൃഷ്ണൻ പറയും നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കൃഷ്ണൻ ലീലയാണ്. ടോട്ടൽ യൂണിവേഴ്സ് വളർത്തോട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ്. ഗ്ലോബ് കണ്ടിട്ടില്ലേ? ഒന്ന് ചെരിഞ്ഞിട്ടാണ്. സമുദ്രം 36 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്. നമ്മുടെ ഹൃദയം 36 ഡിഗ്രി ചെരിഞ്ഞായിരിക്കണേ. കൃഷ്ണന് ചെരിഞ്ഞല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ത്രിഭംഗി എന്നാണ് ആ നിൽപ്പിൻ്റെ പേര്. ഇവിടം മുതൽക്ക് കൃഷ്ണൻ്റെ ഓരോ ചലനവും നെടുനിശ്വാസവും ഒരു ജന്മം മുഴുവൻ നമ്മൾ പറഞ്ഞാൽ തീരും. ഇപ്പം നടക്കുന്ന കടിക പരീക്ഷണവും കൃഷ്ണൻ നമ്മോട് പറഞ്ഞതും കൂടി ചേർത്ത് പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ് 3 മണിക്കൂർ വരും. കണികാ പരീക്ഷണം കൃഷ്ണനിലേക്ക് എത്താൻ ഇനി എത്ര 1000 കൊല്ലം വേണ്ടി വരും. പരയുടെ ശക്തി അത് ആകർഷിച്ച് വരുത്തുന്നത് ഇതാണ്. ഈ മോഹിനി വേഷം കണ്ടിട്ട് സഹസ്രാരത്തിന് ഇഷ്ടമായി എന്നാണ് വിഷ്ണുവിൻ്റെ മോഹിനി വേഷം കണ്ട് ശിവന് മോഹിനിയോട് ഭ്രമം തോന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് നടക്കുകയാണ്. സൂര്യവംശ രാജാക്കന്മാർ ഭരിച്ച അയോധ്യയുടെ സ്ഥാനം ഭാരതത്തിൻ്റെ മണിപൂരക ചക്രത്തിലാണ്. ഇതാണ് കാരണം. രുക്മിണി സ്വയംവരത്തിൻ്റെ അർത്ഥമൊക്കെ എന്താ? രുക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മഞ്ഞാന്നാണ്. ഭൂമിയുടെ ഫൈനൽ എലിമെൻ്റ് സിലിക്കോൺ ഡയോക്സൈഡ്. ഭൂമിയുടെ നിറമാണ് മഞ്ഞ. അതുകൊണ്ടാണ് മഞ്ഞൾ എന്ന് വിളിക്കുന്നത്. സ്വർണത്തിനെ മഞ്ഞലോഹം എന്ന് വിളിക്കാൻ കാരണം അതാണ്. ഈ മഞ്ഞയാകുന്ന മൂലാധാര ചക്രത്തിന് ആരുമായിട്ട്? നീലയുമായി. കൃഷ്ണൻ കറുപ്പ് നിറം. ഈ ഇവിടേക്ക് ഉയർന്നത് രണ്ടും കൂടി ചേരുന്ന പ്രക്രിയയാണ് രുക്മിണി സ്വയംവരം. ഇതാണ് രുക്മിണി സ്വയംവരം. അങ്ങനെ ധ്രുവൻ ഈ സ്പിരിച്വൽ തോട്ടിലേക്ക് അങ്ങോട്ട് വന്നു. വിഷ്ണുവിനെ അറിഞ്ഞു, ജ്ഞാനിയായി. ജ്ഞാനിയായ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഗുണമാണ് പക്വത.
ധ്രുവഭാവം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ഭാവം. അതുകൊണ്ടാണ് അനുഗ്രഹം കിട്ടി ഏത് കാലവും തന്നെ സ്മരിക്കും. ബാക്കി നക്ഷത്രങ്ങളെ അളക്കുന്നത് ധ്രുവനക്ഷത്രത്തെ നോക്കിയാണ്. ഇതേപോലെ ഒരു സ്ഥാനത്തേക്കാണ് സുനീതിയും ഉയർന്നത്. ഈ ധ്രുവചരിതത്തിൻ്റെ അവസാനം സുരുചിക്ക് എന്ത് സംഭവിച്ചു? കാട്ടുതീയിൽപ്പെട്ട് സുരുചി മരിച്ചു. നമ്മളിലെ സുരുചി കാട്ടുതീയിൽപ്പെട്ടാണ് മരിക്കുക. അവസാനിക്കാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, എത്ര പെട്രോൾ കൊണ്ട് തീ കെടുത്താൻ ശ്രമിക്കുന്നത് പോലെ ആണ് നമ്മുടെ ജീവിതം. പെട്രോൾ കൊണ്ട് തീ കെടുത്ത് നമ്മൾ ആധ്യാത്മികമായ ഉയർന്ന വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ധ്രുവചരിതം വായിക്കുമ്പോൾ എവിടുന്ന് അതിനൊക്കെ സമയം കിട്ടണേ? നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ ഈ കണ്ട പുസ്തകവും 30ഓളം പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട് നാമം ജപിക്കാൻ. എന്താണ്, ബസ് തൂങ്ങി നിൽക്കുമ്പോൾ നാമം ജപിച്ചൂടെ? ബസ്സിൽ തൂങ്ങി നിൽക്കുകയല്ലേ, ആ സമയത്ത് വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? എല്ലാ ജോലി ചെയ്യുമ്പോഴും ആയിക്കൂടെ? നമ്മുടെ കാരണവന്മാർ വില കൂടിയ സമയം, കാരണവർക്ക് വയസ്സ് 70, ഇപ്പം മുതലുണ്ടാക്കുന്ന പ്രക്രിയയെക്കുറിച്ച് വിവരിക്കുക. പേരക്കുട്ടികൾക്കാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. പേരക്കുട്ടികൾ വരെ വിദേശത്തെ പൗരത്വം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പോലെ പറ്റില്ല. ആ മുതലുണ്ടാക്കൽ പ്രക്രിയ വിവരിക്കുമ്പോൾ നമുക്ക് നാമം ജപിച്ചൂടെ? നമുക്കിങ്ങനെ പുഞ്ചിരിച്ചൊക്കെ കേൾക്കണ മാതിരി ഇരിക്കും ചെയ്യാലോ. അവർക്ക് ഇഷ്ടാവും ചെയ്യില്ലേ? നല്ല മനുഷ്യനാട്ടോ, അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. വേറെ വല്ലവരോട് ചാരി കേൾക്കാതിരിക്കില്ല. കിട്ടിയ മനുഷ്യജന്മത്തിനെ വേസ്റ്റാക്കി. ഗംഗയിൽ കുളിച്ചിട്ടുണ്ടോ? ഇല്ല. ഭാഗവതം വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ മനുഷ്യജീവിതം കൊണ്ട് എന്താ കാര്യം? അങ്ങനെ ധ്രുവൻ ഇളക്കമില്ലാത്തവനായിട്ട് ഇങ്ങോട്ട് മടങ്ങുമോ? ആ ഇളക്കമില്ലാത്തവനായിട്ട് മാറി ജ്ഞാനിയായി. ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ധ്രുവൻ്റെ പൂർവജന്മത്തിൽ ധ്രുവനൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഒരു രാജകുമാരൻ. ആ രാജകുമാരൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെക്കാൾ ഉയർന്നാണ് ഈ രാജകുമാരൻ എന്നുള്ളതിനാൽ രാജകുമാരനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോയി. ആ ചിന്ത ടിക്ക് ചെയ്തു. ഓക്കെ, ധ്രുവൻ രാജാവായി. അല്ലെങ്കിൽ രാജാവാവേണ്ടത് ഉത്തമനാകുമായിരുന്നു. പക്ഷെ ഉത്തമൻ ഒരു യക്ഷൻ്റെമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി. ഉത്തമൻ എന്താണ്, യക്ഷൻ എന്താണ്, നമ്മുടെ ജീവിതമായിട്ട് എന്താ ബന്ധം എന്നുള്ളതിന് ശാസ്ത്രീയമായിട്ട് വിവരിക്കുമ്പോൾ സമയം അത്ര മതിയാവാത്തതിൻ്റെ ദുഃഖമാണ്. അങ്ങനെ നമുക്കിപ്പോൾ ജീവിതത്തിൽ എന്താവണം? ഉത്തമനാവണം. ഇതിലത്തെ എല്ലാ കഥാപാത്രങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളിൽ തന്നെ ജ്യേഷ്ഠ ഭഗവതിയുണ്ട്, ശ്രീ ഭഗവതിയുണ്ട്. രണ്ടും നമ്മളിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്, കിട്ടിയ ജീവിതത്തിന് നമുക്ക് ഉത്കർഷത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പേരാണ് ഉത്തമം. ഹിമാലയത്തിലേക്ക് ഒരു തവണ പോകുമ്പോൾ ഒരു 150 ആളുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് സംഘമായിട്ട് ഞങ്ങൾ കയറി. അതുവരെ സത്സംഗമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വളരെ മെലിഞ്ഞ്, ഈർക്കിലി പോലെ മെലിഞ്ഞിട്ട് 4-5 അമ്മമാർ വന്നിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് ബദരി വരെ കൊണ്ടുവരും. ഈ അമ്മമാരെ കണ്ടപ്പോൾ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ഇവർ അതുവരെ എത്തുമോ? ഇപ്പം തന്നെ തൂത്തിയ പറക്കും. ഇവരുണ്ടോ അതുവരെ എത്താൻ പോകും? ഇതുകൊണ്ട് എല്ലാവരും ഒന്ന് കളിയാക്കി ചിരിച്ചു. അമ്മമാരുടെ രൂപം കണ്ടപ്പോൾ അവരൊക്കെ ആകെ ഒരു ഈർക്കലി പോലെ ഇരിക്കും. അങ്ങനെ ബദരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ ഈ പറഞ്ഞവരൊക്കെ ബോധം കെട്ട് വീണു. ഈ പറഞ്ഞ തടിയന്മാരൊക്കെ കുതിരപ്പുറത്ത് ബോധം കെട്ട് കിടക്കാം. കേരളത്തിലെ പല പ്രശസ്ത വ്യക്തികളാണ്. ഇവരൊക്കെ ബോധം കെട്ട് വീണു. ഞാൻ കേദാറിലേക്ക് പോകുമ്പോൾ ഒരു പകുതിയോളം നടന്നു, പിന്നെ നിവർത്തിയില്ല. ഈ അമ്മമാർ യാതൊരു കുഴപ്പമില്ലാതെ കേദാറ് വരെ നടന്നുപോയി. അവർ രാവിലെ എണീക്കണവരാ, അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാ, ഇഷ്ടം പോലെ നടക്കുന്നവരാ,
മുഴത്തിന് ഓട്ടോറിക്ഷ പിടിക്കുന്നവരല്ല, പാകത്തിന് ആഹാരം കഴിക്കുന്നവരാ, ഏകാശി നോക്കുന്നവരാ, ഭാഗവതം വായിക്കുന്നവരാ. അവർക്ക് യാതൊരു സൂക്കടും ഇല്ല. അവിടെ പോയിട്ട് ബോധം കെട്ടി കിടക്കുമ്പോൾ അമ്മമാരെടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ. ഈ 4 ആളുടെയും ഉഴിയും ശുശ്രൂഷയ്ക്ക് ചെയ്യുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതിൻ്റെ പ്രായശ്ചിത്തം. വല്ലാത്ത കഷ്ടമായി കണ്ണ് നിറഞ്ഞു. കാരണം എന്താ? അവർ പ്രകൃതിയുമായിട്ട് ചേർന്നു. ഈ ഗുണം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കണം. നമുക്ക് ഓരോരുത്തർക്കും ധ്രുവനായിട്ട് മാറണം. എന്താണ് ധ്രുവന് കിട്ടിയ വിജ്ഞാനം? ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലത്ത് വെച്ചിട്ട് ബുദ്ധൻ്റെ പ്രതിമയുടെ താഴെ നിൽക്കുമ്പോൾ കുറച്ച് പേരിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ ഇപ്പം ഈ ബുദ്ധന് കിട്ടിയേ? അവനങ്ങോട്ട് പറഞ്ഞു തന്നാൽ നന്നായിരുന്നല്ലോ, നമുക്കിത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്താ ഇപ്പം കിട്ടിയത് എന്താന്ന് വെച്ചാൽ, ഒരു കാര്യത്തിലും അന്യരെ കുറ്റം പറയരുത്. അവനവൻ്റെ ജീവിതം അവനവൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ തന്നെ കുക്ക് ചെയ്താണ് നമ്മുടെ ജീവിതം. സങ്കല്പിക്കൂ, അതായിത്തീരും. എനിക്ക് ദുഃഖം വന്നു, നേരെ ആവണമെന്ന് തോന്നി. ഉടനെ എന്ത് വന്നു? നാരദ മഹർഷി ഋഷിമാർ പറഞ്ഞു കൊടുക്കാൻ പോകണം. ഇന്നും ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ, ഏതൊരു വ്യക്തിക്കും ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ, എല്ലാ പ്രഭാഷണവും അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. കുറേ കൊല്ലമായിട്ട് ഒരു കാര്യം പറയും, കുറേ കാര്യമൊന്നും പറയില്ല. ഒരു കാര്യം പറയുമ്പോൾ വെച്ചാൽ ഈ കേൾക്കുന്നവരിൽ ചില ആളുകൾ എന്ത് വെച്ചാൽ അതങ്ങോട്ട് ഓർത്ത് ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യും. പിന്നെ സന്തോഷം എന്താ വെച്ചാൽ, സാറ് 30 കൊല്ലം മുമ്പ് കാസർഗോഡ് വന്നപ്പം ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ അന്ന് അതങ്ങോട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞ ധാരാളം പേര് ഉണ്ട്, ധാരാളം ആളുകൾ. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പോയിന്റ് പറയാം. നമുക്ക് ഇന്ന് ഇവിടെ പി ആർ നാഥൻ സംസാരിച്ചതിൻ്റെ സ്മരണയായിട്ട് ധ്രുവതത്വമാണല്ലോ പറഞ്ഞേ. ധ്രുവനെ പോലെ ഇളക്കമില്ലാത്തവനാവാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഒരാളുടെ കൈ മുറിയുമ്പോഴേക്കും നമ്മൾ മനുഷ്യനാണ്, സങ്കടമുണ്ടാവും. ഒരു കാര്യം നമുക്കൊക്കെ ചെയ്യാം, തർക്കങ്ങളിൽ നിന്ന് മോചിതരാകും. തർക്കിക്കേ വേണ്ട. ധ്രുവൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ഒരാൾ എന്നോട് ചോദിച്ചു നോക്കിയ. അപ്പം ഞാൻ പറയും ഉത്താനപാദൻ. ഉത്താനപാദൻ്റെ അച്ഛനാരാ? ഞാൻ പറഞ്ഞ അതിൻ്റെ അച്ഛനാരാ? ഇതെന്തിനാ ചോദിക്കണ അറിയോ? ഈ പറഞ്ഞ ആൾക്ക് വിവരമില്ല എന്ന് സ്ഥാപിക്കാനായി ചോദിക്കണം, അറിയാനല്ല. ഇതേപോലെ നമ്മളോട് തർക്കിക്കാൻ വരുന്ന എല്ലാവരും ജയിക്കാൻ വരുന്നവരാണ്. അവർക്ക് ജയിക്കണം, അതിനല്ലേ. അപ്പോൾ വീട്ടിൽ ഭാര്യയോട് തർക്കിക്കാൻ പാടും. ഭാര്യ പറഞ്ഞതൊന്നും വിട്ടുവരുമോ? നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ്, എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ നിന്നാൽ ആ വ്യക്തി വിട്ടു തരുമോ? അവർ ജയിക്കാൻ നോക്കില്ലേ? മേലുദ്യോഗസ്ഥന്മാർ ജയിക്കാൻ നോക്കില്ലേ? ഭർത്താവ് പറഞ്ഞ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് വേണം? ആ വണ്ടിയുടെ ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ തിരക്കേ ഉണ്ടാവില്ല, കാലിയായിരിക്കും. മിണ്ടാൻ പോണ്ട. ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റ് കാലിയായി കിടക്കും. ഇയാൾ എന്നോ ഒറ്റപ്പാലത്ത് പോയപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അതും വെച്ചിട്ട് ഒരു ജന്മം മുഴുവൻ പറയുക അതിൻ്റെ ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റ് മിണ്ടണ്ട. ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ കൂടെ ഉള്ളവർ പറയും ബസ് പോവായിരുന്നു. ബസ് പോകുമ്പോൾ കൂടെ ഉള്ളവർ ആ ഓട്ടോ കൊടുത്ത് അവിടെ എത്തി, നമ്മൾ മിണ്ടണ്ട. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തർക്കത്തിലേക്ക് വരുമ്പോൾ എത്രയോന്നറിയോ കുറയുന്നറിയോ? എൻ്റെ അനുഭവം വെച്ച് പറയാം. ഇക്കൊല്ലം ജനുവരി മുതൽക്കിപ്പോൾ ഡിസംബർ 3 ആയില്ലേ, ഇതുവരെയ്ക്ക് തർക്കമുണ്ടായിട്ടില്ല. ഇതുവരെയൊക്കെ പോയി. ഇന്നിപ്പോൾ ഡിസംബർ 26 ഈ ജനുവരി 1 തർക്കിക്കേണ്ട ഒരു വിഷയം വന്നിട്ടില്ല. തർക്കിക്കാച്ചാൽ ഏതും തർക്കിക്കാം. വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു കിളി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തർക്കിക്കാം. കിളി ഇരിക്കുക നിൽക്കല്ലേ? ആരെ പറഞ്ഞാൽ ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരിക്കണ ഒരൊറ്റ കിളിയെ കാണിച്ചു തരാൻ പറ്റുമോ? കിളി വൃക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഇതെവിടെ അവസാനിക്കുക? ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് ആര് തർക്കിക്കാൻ വന്നിരുന്നാലും, നേർക്ക് നേർ പരിപാടി ടി വിയിൽ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ ശരിയാട്ടോ ഞാൻ അറിഞ്ഞില്ല കാര്യം അറിയണ്ടോ? ഇവർ തർക്കിക്കാനും ജയിക്കാനും ഇരിക്കുന്നതാണ്.
അതിൻ്റെ പേരാണ് വേസ്റ്റ്. അപ്പോൾ ഭർത്താവ് സംസാരിക്കുമ്പോൾ ഭാര്യ ചിന്തിക്കുക, ഇവിടെ ഇപ്പോൾ തർക്കിച്ച് ജയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അബദ്ധമില്ലാത്ത കാര്യമല്ലേ. ഇപ്പം എന്താ പറഞ്ഞാൽ വാൽമീകി കംസന്റെ പുനരവതാരമാണ്. ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ അവതരിപ്പിച്ചു കൊടുത്ത ഭർത്താവിന് വല്ല ദോഷവും വരാനുണ്ടോ? ആയിക്കോട്ടെ. പിന്നെ എപ്പോഴാച്ചാ പറഞ്ഞു കൊടുക്കുക, മിണ്ടണ്ട. നമ്മൾ നല്ലപോലെ കണ്ടൊരു കാര്യം വേറെ ആൾ പറയും, കോഴിക്കോട്ട് ഞാൻ മാങ്കാവിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചിലർ മാങ്കാവിലെ കാര്യക്കേട് പറയും. മാങ്കാവിലൊക്കെ എങ്ങനെയാണ്, അവിടെയൊക്കെ കെട്ടിടം വെക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ തർക്കിക്കണ്ട, നമുക്ക് എന്താ നഷ്ടമാണല്ലേ. അധികമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സൗകര്യം കിട്ടാറില്ല. നമുക്ക് എത്ര ഗുണമുണ്ട്. ഒരു ജന്മത്തിൽ എത്ര സമയമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തർക്കിച്ചുകൊണ്ട് നാം വേസ്റ്റാക്കിയത്? എത്ര സമയം. ഈ വേസ്റ്റാക്കിയ സമയം മേലുദ്യോഗസ്ഥൻ ചിലപ്പം ഈ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ വിവരമില്ലായ്മയാണ് അവരുടെ അന്തസ്സ്. ഞാൻ പേപ്പർ വായിക്കാറില്ല, ഭാഗവതം അതൊക്കെ ഔട്ടായില്ലേ, പഴയ പുസ്തകമല്ലേ, ഞാൻ കാണാറില്ല, ഇന്നാളെ കേട്ടിട്ടില്ല. അവരുടെ അറിവില്ലായ്മ, അവരുടെ അന്തസ്സ്. അവർ പറഞ്ഞതിനൊക്കെ എതിര് പറയാൻ നിന്നാൽ എന്ത് സംഭവിക്കും? തർക്കിച്ചവനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തർക്കത്തിൽ നിന്ന് മാറുകയും. ഒരു കാര്യമുണ്ട്, പണ്ട് ഈ പ്രസവം എടുത്ത വയറ്റാട്ടികൾ കുട്ടി അങ്ങോട്ട് കിട്ടിയ ഉടനെ ആൺകുട്ടിയെ പെൺകുട്ടിയെ നോക്കിയിട്ട് മോനെ മോളെ എന്ന് വിളിച്ചിട്ട് ഒരു വരി പറയും. ആ വരി കേട്ട ആ വരി ഏതാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? അത് മാത്രം പഠിച്ചാൽ മതി. കേരളം മുഴുവൻ ഒരു വരിയാ പറയുക. എന്നെ പ്രസവിച്ചപ്പോൾ കൂടെ വയറ്റാട്ടിയായിരുന്ന അമ്മയോട് ഞാൻ തന്നെ പ്രായപൂർത്തിയായപ്പോൾ ഒരു ദിവസം, ഞാൻ ഈ കഥ എഴുത്തുകാരനുണ്ട്, ഇതൊക്കെ നടന്ന് ചോദിക്കും, മോനെ അച്ചി നോണയും പറയരുത്, കണ്ടതും കേട്ടതും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാണ് ആ കുട്ടിയുടെ പൊക്കിൽ കൂടി വെച്ച് വെക്കുക. കേരളം മുഴുവൻ ഈ വിജ്ഞാനം ഉണ്ടായാൽ മതി നമുക്ക്. കണ്ടതും കേട്ടതും പറയരുത്. ഒരാൾ നമ്മോട് പറയുന്നൊരു വരി വേറൊരാളോട് പറയാനുള്ളതേ അല്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ ആരെങ്കിലും ഒരു വരി നമ്മളോട് പറഞ്ഞാൽ അത് നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നാൾ മിണ്ടിപ്പോകരുത്. ഇന്ന് മുതൽക്ക് ജീവിതം സുഖകരായി. പാലക്കാട് ഭാഗവതത്തില് ധ്രുവചരിതം പഠിച്ചോടുകൂടി നാം ഒരു കാര്യം പഠിച്ചു, തർക്കിക്കരുത്. വേസ്റ്റ്. പെൻഷൻ വാങ്ങാൻ വരുമ്പോൾ 4 പേര് നിൽക്കും, തർക്കം. ശേഖരന്മാർ എന്ത് പറഞ്ഞു, കുട്ടികൃഷ്ണന്മാരെതിര്. കാരണം ജയിക്കണ്ടേ. എന്നിട്ട് എവിടെയാണ്? എല്ലാത്തിനും ന്യായമുണ്ട്. ഉപ്പ് ഏതുപോലെ, മുളക് പോലെ. അതും ശരിയല്ലേ. ഉപ്പ് മുളക് പോലെ എന്ന് പറഞ്ഞിട്ട് തർക്കിക്കൊന്നും വേണ്ട, അല്ലാന്നും പറയണ്ട. ഉപ്പിൻ്റെ ഫൈനൽ എലിമെൻറ്റും മുളകിൻ്റെയും ഒന്ന് തന്നെയാണ്. തർക്കിച്ച് സമയം ഒരു കാരണവശാലും കളയരുത്. ധ്രുവൻ ഇളക്കമില്ലാത്തവനായിട്ട് മാറി. നമുക്ക് ഇളക്കമില്ലാത്തവനാവാൻ പറ്റില്ലെങ്കിലും പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനുഷ്യനാണ്. ഞാൻ ഇതേമാതിരി സംസാരിക്കുന്ന ആളാണ്, ഇളക്കമില്ലായ്മയെ പറ്റി പറയുന്ന ആളാണ്. നമ്മളെ അറിയുന്നവരോട് ചോദിച്ചാൽ 24 മണിക്കൂറും ചൂടനാട്ടോ. അങ്ങനെ പറയിപ്പിക്കരുത്. 24 hours ദേഷ്യപ്പെടുന്ന ആളാണ്, ക്ഷുഭിതനാണ്. അങ്ങനെ പറയിപ്പിക്കാതെ ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കുക. ഭാഗവതം വായിക്കുന്നവർ ഭാഗവതം കഴിഞ്ഞ് അമ്മ അങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ തട്ടങ്ങൾക്ക് ഒരു ചീത്ത പറച്ചിലുണ്ട്, എനിക്ക് അടുത്തേക്ക് പോകാൻ പേടിയാണ്. അങ്ങനെ പറയിപ്പിക്കരുത്. പൂജാമുറിയിൽ നിന്ന് ഇങ്ങോട്ട് അച്ഛൻ വന്നാൽ കുട്ടപ്പൻ നായരുടെ ക്ഷോഭം കാണണമെങ്കിൽ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണണം. നാട്ടുകാരെ മുഴുവൻ ചീത്ത അറിയുന്നത് കുട്ടപ്പൻ നായർ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ്. അങ്ങനെ നമ്മൾ പറയിപ്പിക്കുന്നത് ശരിയാണ്. ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ധ്രുവൻ നമുക്ക് എന്നും പാഠമാണ്, ഇളക്കമില്ലാത്തവനാണ്. കൃഷ്ണൻ ധ്രുവഭാവത്തിൻ്റെ മാക്സിമമാണ്. കൃഷ്ണൻ പുഞ്ചിരി അല്ലാതെ കൃഷ്ണൻ ഉണ്ടായിട്ടില്ല. കൃഷ്ണൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു ഓക്കെ. അഭിമന്യു മരിച്ചപ്പോൾ വരെ കൃഷ്ണൻ പുഞ്ചിരി വിട്ടില്ല. സത്യം അതായിരിക്കെ ഒന്നും പറയാല്ല. ഓക്കെ. ഇവിടെ കോഴിക്കോട് നിന്ന് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ധ്രുവചരിതാണെന്ന് പറയാൻ കഴിഞ്ഞു. ഇപ്പം തന്നെ പൂങ്കുന്നത്ത് യജ്ഞത്തിൽ സംസാരിക്കാനായിട്ട് പൂങ്കുന്നത്തിലേക്ക് പോകും. എല്ലാവരും പരിചയമുള്ള മുഖങ്ങളാണ്, വളരെ വേണ്ടപ്പെട്ടവരാണ്.
എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.